രാമായണം ഇന്നലെ ഏകദേശം കഴിഞ്ഞു. രാമായണത്തിന്റെ പ്രധാന ഭാഗങ്ങള് ഇപ്പൊ സരയൂ നദിയില് രാമൻ തന്റെ ദേഹത്യാഗം, രാമൻ മാത്രമല്ല തന്റെ കൂടെയുള്ള എല്ലാവരെയും, അതായത് അജ്ഞാനം കൊണ്ട് അധപ്പതനം വന്ന എല്ലാവരെയും, അജ്ഞാനമാണ് ഒരു ജീവനെ ഊർധ്വഗതിയെ പ്രാപിക്കാൻ പറ്റാത്തത്. അപ്പൊ രാമനെ സ്വീകരിക്കാനായിട്ട് വിഷ്ണു ലോകത്തു നിന്നും അവിടെ ആ വിഷ്ണുവിനെ കൊണ്ടുപോകാനുള്ള ഒരു വിമാനം വന്ന് നിൽക്കുകയും അവിടെ എല്ലാവരും കൂടി പോകാൻ ദേവന്മാരും ആ ഒരു പ്രപഞ്ചം മുഴുവനും ആ ഒരു സുമുഹൂർത്തത്തിന് അനുഗ്രഹിക്കാൻ വേണ്ടി അവിടെ ഒത്തുകൂടിയത് നമ്മൾ കണ്ടു. അപ്പോൾ സരയൂ നദിയില് രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും എല്ലാവരും തന്നെ തന്റെ ആ ഒരു സ്ഥൂല ശരീരം അവിടെ ഉപേക്ഷിക്കുകയും എല്ലാവരുമായിട്ട് ബാക്കിയുള്ള എല്ലാവരുടെയും ജീവൻ ഓരോരുത്തര് എവിടെ നിന്നാണോ വന്നത്, സുഗ്രീവൻ സൂര്യന്റെ ധാമത്തിലേക്കും, വാനരന്മാരെല്ലാരും ദേവന്മാരുടെ അംശമാണെന്ന് പറയുന്നു, രാമായണം കഥയ്ക്ക് വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. ഒരുപാട് നമുക്കറിയില്ല, എല്ലാം അതിൻ്റെതായിട്ടുള്ള കൽപ്പനകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ മനുഷ്യന് ഏത് രീതിയിൽ വേണമെങ്കിലും ഉയർന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എല്ലാവരും അവരവരുടെ വിഷ്ണുവിന്റെ ധാമത്തിലേക്കും എല്ലാവരും അവരവരുടെ ധാമത്തിലേക്കും പോയി. അപ്പോൾ തന്റെ ഒരു നിയോഗം, എല്ലാ മനുഷ്യ ജന്മങ്ങളും ഭൂമിയിലെ നിയോഗം അനുസരിച്ച് വരുന്നു. കാലത്തിന്റെ ആ ഒരു യാത്രയില് കാലം കഴിയുമ്പോൾ നമ്മുടെ ശരീരം വിട്ടുപോകുന്നു, അടുത്ത കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് കർമ്മമുള്ളവരിടത്തു നിന്നാണ് നമ്മൾ ഭൂമിയിൽ വന്നത്. അവിടെ അല്പകാലമേ നമുക്ക് വസിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും സ്വധാമത്തിലേക്ക് പോകണം. സ്വധാമം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞ പോലെ നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്ന, സുഖദുഃഖങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ സ്വധാമം. അപ്പോ ശത്രുഘ്നന്മാരെ പോലെ രാമലക്ഷ്മണന്മാരെ പോലെ തന്റെ മനസ്സിലെ ഒരു സാധകൻ തന്റെ മനസ്സിലിരിക്കുന്ന തന്റെ മനസ്സിന്റെ 4 തലങ്ങള്, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ 4 ക്ഷേത്രങ്ങളുടെ നട തുറന്ന് അതിന്റെ ഉള്ളൊരു അതിനെ 4ആയിട്ട് തിരിച്ചിരിക്കുന്ന ആ ഗ്രന്ഥികളെ ഭേദിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് രാമന്റെ ഏകമായിട്ടുള്ള പ്രാണനില് ലയിപ്പിച്ചെങ്കിൽ മാത്രം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന 4ആയിട്ട് വേറിട്ട് നിൽക്കുന്ന സംഭവം ഒരുമിച്ചായിട്ട് തന്റെ എപ്പോഴും പ്രാണൻ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ്, പഞ്ചപ്രാണനുകള് പ്രാണനിൽ ലയിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്ന ജീവാത്മാവുമായിട്ട്. അതുപോലെ ഈ പറഞ്ഞ 4 പേരും ശംഖുചക്ര ഗദാ പത്മങ്ങളും താൻ ശയിച്ച ശയ്യയും എല്ലാം കൂടെ ചേർന്നിട്ട് രാമനിൽ ലയിച്ച് ഒരുമിച്ചാകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോ കണ്ടാലും കേട്ടാലും പോരാ, നമ്മൾ ഉൾക്കൊള്ളണം. അവിടെയാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം വരുന്നത്. നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. മനുഷ്യ ജന്മത്തില് പല കാര്യങ്ങളും അനുഭവിച്ചറിഞ്ഞാൽ പോലും ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം മായയാകുന്ന തമസ് വളരെ കട്ടിയാണ്. അതിനെ ഭേദിക്കുക എന്നുള്ളതാണ് സാധനയുടെ ലക്ഷ്യം തന്നെ. അപ്പോ നമ്മുടെ നാലമ്പല ദർശനം ഇന്നലെ കഴിഞ്ഞു. നമ്മള് ആ ശരീരം കൊണ്ട് ഒരുപാട് ക്ലേശിച്ച് വണ്ടി പിടിച്ച് അവിടെ എവിടെയും പോയി തൊഴാതെ നമ്മൾ മനസ്സുകൊണ്ട് രാമായണം മുഴുവനും, ദേവിയുടെ അനുഗ്രഹമായിരിക്കാം ഈ ഒരു കർമ്മകാണ്ഡം, ഈ ഉത്തരായന സമയത്ത് നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി ദക്ഷിണായനം തുടങ്ങിയ ആ ഒരു കർക്കിടക മാസം ആദ്യം മുതൽ നമ്മുടെ കർമ്മത്തെ ക്ഷയിപ്പിക്കാനായിട്ട് നമുക്ക് ഇത് നല്ലവണ്ണം വായിക്കാനും അതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാനും സാധിച്ചു. തീർച്ചയായിട്ടും ഇനി മനസ്സിലായില്ലെങ്കിൽ പോലും ആ ഒരു കേൾവി തന്നെ നമുക്ക് ഒരു ഉയർന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദത്തെ കൊടുക്കും. കേൾവിക്ക് പോലും പുണ്യത്തിന്റെ, നമ്മൾ ആചരിച്ചില്ലെങ്കിൽ പോലും കേൾവിക്ക് പോലും ലളിതാ സഹസ്രനാമത്തിന്റെ ഫലശ്രുതി പറയുന്നുണ്ട്, അമ്മയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുന്നവന് പോലും തന്റെ പാപത്തിന്റെ പകുതി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുപോലെ കേൾവി കൊണ്ട് നമുക്ക് ബാക്കിയൊന്നും ആചരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ചിത്തശുദ്ധി വന്നവനെ രാമായണമൊക്കെ ഇരുന്ന് കേൾക്കാനും അതിന്റെ തത്വം മനനം ചെയ്യാനോ കേൾക്കാനോ പറ്റുള്ളൂ. അത് ചിത്തശുദ്ധി ഏകദേശം 90% എത്താതെ ഇല്ലെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാനോ അവിടെ ഇരുന്ന് കേൾക്കാനോ പറ്റില്ല. അവർക്ക് ഭയം കംപ്ലീറ്റ് ആയിട്ട് മുഴുവനും ഭയം നിശേഷം വിട്ടുപോകും. അത് നിസ്സംശയം പറയുകയാണ്. ഈ ഏത് ഫലശ്രുതി എടുത്ത് നോക്കിയാലും നമുക്കറിയാം ഭയം എന്നുള്ളത് ഡ്യുവാലിറ്റിയിലാണ്, ആ ഒരു ദ്വൈതത്തിലാണ്. അപ്പൊ അദ്വൈതമായിട്ടുള്ള ഒരു ആളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്റെ എല്ലാം ഈ പറഞ്ഞ അവതാരങ്ങളെല്ലാം തന്നെ പരമാത്മാവിന്റെ ആ ഒരു മനുഷ്യരൂപത്തില് മനുഷ്യനെ ഉയർത്താൻ വേണ്ടി വന്നു ചേർന്നാണ്. നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ അവരെപ്പോഴും രാം രാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ രാം രാം 2 പ്രാവശ്യം പറഞ്ഞ, രാമൻ എന്ന് 1 പ്രാവശ്യം പറഞ്ഞാൽ പോരെ. പക്ഷെ അതിനൊരു അർത്ഥമുണ്ട്. ഞാൻ ഇന്നലെ കേട്ടതാണ്, അത് പറഞ്ഞു പോവാന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഹിന്ദി ആൽഫബറ്റ്സില് 6 എന്നുള്ളതിന് 27th ലെറ്റർ ആണ്. ആ എന്നുള്ള രാ
എന്നുള്ളത് രാ അക്ഷം പ്ലസ് ആയാണ്. അപ്പൊ അതില് ആ എന്നുള്ളത് സെക്കൻഡ് വൊവലാണ്. അത് കഴിഞ്ഞിട്ട് മാ എന്നുള്ളത് 25th ലെറ്റർ ആണ്. അപ്പൊ ടോട്ടൽ രാമൻ എന്നുള്ള രാം എന്നുള്ളതിന്റെ സംഖ്യ 27 + 2 + 25 = 54. അപ്പൊ 2 പ്രാവശ്യം രാം രാം എന്ന് പറയുമ്പോൾ 54 + 54 108. 108 എന്ന് പറയുന്നത് നമുക്കറിയാം. 108 എല്ലാ മന്ത്രങ്ങളും നമ്മൾ 108 തവണയാണ് ജപിക്കുന്നത്. കാരണം 8 + 1 9. 9 കഴിഞ്ഞാൽ 0 ആണ് വരുന്നത്. 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. 0 ശൂന്യമാണ്. അപ്പൊ അതിൽ ലയിക്കുക എന്നുള്ളതാണ് ഈ 9 ചക്രങ്ങളുടെ അതിക്രമം. 9 ചക്രങ്ങൾ ഷഡാധാരം + 3 ആധാരം നമ്മൾ കാണാതെ ആജ്ഞാചക്രത്തിന് മേളിലുള്ളത്. അപ്പോ ഈ രാം രാം എന്ന് പറയുമ്പോൾ ഒരു മാല കംപ്ലീറ്റ് ചെയ്തതിന് തുല്യമാണ്. 108 തവണ രാമന്റെ മന്ത്രം ജപിച്ചതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അവരെന്താ രാം രാം എന്ന് തന്നെ പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഈ പറഞ്ഞ രാമായണത്തിൽ നിന്ന് നമ്മൾ അതിവിശിഷ്ടമായിട്ടുള്ള, സാധാരണഗതിയിൽ ആരും രാമഹൃദയം ഒന്നും പറയാറില്ല. കാരണം എന്ന് വെച്ചാല് ആ ഒരു സാധനാതലത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ്. ശരിക്കും പറഞ്ഞാല് രാമായണം ഇത് രാമഹൃദയം ആദ്യം പറഞ്ഞതിന് ശേഷം വേണം രാമായണം പറയാനെന്നാണ് അതിന്റെ എന്താ പറയുക കഥാകാരൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരും ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം സാമാന്യ ജനങ്ങൾക്ക് കഥയിലാണ് താല്പര്യം. അതുകൊണ്ട് ഇത് വളരെയധികം ഉയർന്ന തത്വങ്ങൾ ഉൾപ്പെട്ടതായതുകൊണ്ട് ആരും രാമഹൃദയം പറയാറില്ല. വന്നിരിക്കുന്നവർക്ക് തുടക്കം മുതൽ അഗ്നി ഭഗവാനും ആ പറഞ്ഞ യാഗങ്ങളും രാമന്റെ അവതാരവും ഇങ്ങനത്തെ ഒക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇവരിത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യും. സാധാരണ ഗതിയിൽ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് ആദ്യം രാമഹൃദയം പറഞ്ഞതിന് ശേഷമാണ് രാമായണം തുടങ്ങാറ്. എങ്കിലേ രാമൻ ആരാണെന്ന് അറിഞ്ഞിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം രാമൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യങ്ങൾ നമുക്ക് വരില്ല. എന്തായാലും നമുക്ക് രാമഹൃദയ മന്ത്രത്തിലോട്ട് പോകാം. രാമഹൃദയ മന്ത്രം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രാമഹൃദയ മന്ത്രം. അപ്പോ വൈഷ്ണവമായിരിക്കുന്ന രാമത്വം ഹൃദയത്തിൽ അന്തർഭവിക്കുന്നതിന് നമ്മൾ രാമഹൃദയത്തിലേക്ക് യാത്ര ചെയ്യണം. കാരണം വൈഷ്ണവമാണ്, വിഷ്ണുവിന്റെ അവതാരമാണ് രാമൻ. ഈ 10 അവതാരങ്ങളും വിഷ്ണുവിന്റെയാണ്. അപ്പോ വൈഷ്ണവം നമുക്കറിയാം ആ ഒരു ഷഡ് മതങ്ങളാണുള്ളത്. വൈഷ്ണവം, ശാക്തേയം എന്നൊക്കെ പറഞ്ഞ പോലെ ശൈവം, സൗരം, ഗാണപത്യം ഇതെല്ലാം തന്നെ ഓരോ ഈശ്വരനെ ബേസ് ചെയ്തിട്ട് വരുന്ന മതങ്ങളാണ്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം, ചിന്തകള്. നമുക്ക് ഏതാണോ നമ്മുടെ ഇഷ്ടദൈവം അതനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ട്. അപ്പൊ വൈഷ്ണവമാണ് ഈ പറഞ്ഞ രാമായണം. അപ്പൊ രാമത്വം എന്നത് ഹൃദയത്തിൽ അന്തർഭവിക്കുന്നത് രാമഹൃദയം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ അവിടേക്കൊന്ന് യാത്ര ചെയ്തേ പറ്റൂ. ഉപാസനാ കാണ്ഡങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ശ്രീരാമഹൃദയം. ഏത് ഉപാസകർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു മന്ത്രമാണ് ശ്രീരാമഹൃദയ മന്ത്രം. ഈ മന്ത്രം എന്ന് പറയുന്ന അവസാനേ വരുന്നുള്ളൂ. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ. 12 ശ്ലോകങ്ങളിൽ കൂടെയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷമാണ് ആഞ്ജനേയനോട് രാമൻ തന്റെ രാമഹൃദയ മന്ത്രം ഉപദേശിക്കുന്നത്. അത് അവസാനേ വരുന്നുള്ളൂ. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്, അതിന്റെ അറിവ് മുഴുവൻ അവിടെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ മന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാൽമീകി തന്റെ ആദ്യ കാവ്യം രചിച്ചത്. ഈ രാമഹൃദയ മന്ത്രം ഉള്ളിൽ വന്നതിന് ശേഷം തന്റെ മരാമര എന്നുള്ള ആ ഒരു ജപത്തിന് ശേഷം രാമന്റെ ഹൃദയം രാമഹൃദയത്തിലോട്ട് വാൽമീകി യാത്ര ചെയ്തതിന് ശേഷമാണ് ഈ ആദ്യ കാവ്യം രചിച്ചത്. വാൽമീകി രാമായണം എന്ന് പറയുന്നത് 24,000 ശ്ലോകം. അപ്പൊ യോഗവാസിഷ്ടം 32,000. അങ്ങനെ ടോട്ടലി 56,000 ശ്ലോകമുള്ള അതിബൃഹത്തായിരിക്കുന്ന രാമായണം ത്രേതായുഗത്തിലാണ് എഴുതപ്പെട്ടത്. നമുക്കെല്ലാം അറിയാം. രാമായണത്തിലെ വാൽമീകി തന്റെ ചരിത്രം രാമനോട് പറയുന്ന ഒരു രംഗമുണ്ട്. രാമായണത്തിലെ വാൽമീകി രാമായണത്തില്. അധ്യാത്മ രാമായണം എന്ന് പറയുന്നത് നമ്മളെ വളരെ ബോധതലത്തില് ആ ഒരു വലിയ തലത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരു യുഗത്തിന് ശേഷം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്ന് എടുത്താണ്. അപ്പൊ അതിന് വളരെ വളരെ സിമ്പിൾ ആണ്. അതിന് കുറെ ഭക്തി സാന്ദ്രമാണ്. അതിൽ രാമൻ യഥാർത്ഥമായിട്ടുള്ള പലതും അതിൽ വിട്ടുപോയിട്ടുണ്ട്. 56,000 ശ്ലോകത്തിൽ നിന്ന് നമുക്കറിയാം 56,000 ശ്ലോകങ്ങളിൽ നിന്ന് വെറും 4,200 ശ്ലോകം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം? പകുതിയോളം, മുക്കാലോളം, 75% ഇല്ല. അപ്പൊ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ രാമായണത്തിൽ വാൽമീകി തന്നെ തന്റെ ചരിത്രം രാമനോട് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോ രാമഹൃദയ മന്ത്രത്തിന്റെ തലം വാൽമീകി അനുഭവിച്ചതാണ്. അനുഭവത്തിൽ പറയുന്നത് മാത്രമേ സത്യമായിട്ടുള്ളൂ. കാൽപ്പനികത എന്ന് പറയുന്നത് ഒരു ഫാന്റസി ലോകത്തിൽ മനുഷ്യന് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. പക്ഷെ അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ അനുഭവത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും സത്യമായിരിക്കും. കാരണം സത്ത് എന്ന് പറയുന്ന തന്റെ ആ ഒരു എക്സിസ്റ്റൻസിനെ മനസ്സിലാക്കിയിട്ട് പറയുന്നത്, അവിടെ തൊട്ടിട്ട് പറയുന്നതാണ് സത്യം.
അല്ലാതെ സത്യം, വധ, ധർമ്മം, ചര. ഭാരതീയ സംസ്കാരത്തിന്റെ ഉപനിഷത്ത് മന്ത്രമാണ്. നമ്മള് ധർമ്മത്തിൽ ചരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സത്യം പറയണം. സത്യം പറയണമെങ്കിൽ എന്ത് വേണം? സത്യത്തെ അറിയണം. സത്യത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? തപസ് വേണം. ആ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രൂത്ത്, ആ എക്സിസ്റ്റൻസിനെ അറിയണം. നമ്മുടെ ആത്മതത്വത്തെ അതിൽ എങ്ങനെ അറിയാൻ പറ്റും? ചുമ്മാ അറിയാൻ പറ്റില്ല, സാധനയിലൂടെ അറിയണം. അപ്പോ ആ ഒരു ഘോര തപസ്സാണ് വാൽമീകി അവിടെ ചെയ്തത്. ആ ഒരു രാമമന്ത്രത്തിലൂടെ ഘോര തപസ് ചെയ്ത് വാൽമീകമായിട്ട് പുറ്റുകൊണ്ട് തന്നെ ശരീരം ആ ഒരു ബാഹ്യ ലോകത്ത് നിന്ന് ആന്തരികമായിട്ട് സഞ്ചരിച്ച് രാമന്റെ ഹൃദയത്തിലെത്തി രാമനെ അറിഞ്ഞതിന് ശേഷം ആ രാമനെ കുറിച്ച് എഴുതിയതാണ് വാൽമീകി രാമായണം. അത് വളരെ വ്യത്യാസമുണ്ട്. ഒരു കാൽപ്പനിക ലോകവും യാഥാർത്ഥ്യവും തമ്മിൽ അജഗജാന്തരം എന്ന് പറയും. വളരെ വളരെ വ്യത്യാസമുണ്ട്. അപ്പോ രാമനോട് പറയുന്നു വാൽമീകി, എന്താ? രാമഹൃദയത്തിന്റെ തലം എനിക്കറിയാം രാമ, അത് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ. അപ്പൊ രാമഹൃദയം എന്താണെന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. ആ ഒരു രാമഹൃദയത്തിന്റെ തലം എനിക്കറിയാം അല്ലയോ രാമ, അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ അങ്ങയെക്കുറിച്ച് ഈ പറഞ്ഞ ബൃഹത് കാവ്യം 56,000 ശ്ലോകമുള്ള ഈ രാമായണം എനിക്ക് എഴുതാൻ പറ്റിയത്. അതിലൂടെ രാമനിലേക്ക് ഓരോ ജീവനും ഇത് വായിക്കുന്നതും കേൾക്കുകയും ചെയ്യുന്ന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഓരോ ജീവനും അങ്ങയിലേക്ക് എത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. കാരണം എല്ലാവരുടെ ഉള്ളിലും വാസുദേവനായിട്ട് വസിക്കുന്നവനാണ് അങ്ങ്. അങ്ങനെ എത്തിച്ച ഒരു ജീവനെങ്കിലും അതിന് എത്തിക്കാൻ എനിക്ക് സാധിച്ചാൽ, ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ പറ്റിയാൽ, ഈ പറഞ്ഞ 56,000 ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകമെങ്കിലും രാമന്റെ യഥാർത്ഥ തത്വത്തെ വെളിപ്പെടുത്താൻ പറ്റിയാൽ ഞാൻ ധന്യനായി. രാമൻ പറയാണ് വാൽമീകിയോട്, തീർച്ചയായിട്ടും പറ്റും. കാരണം യുഗങ്ങളില് ഇതിന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള സത്ത കുറഞ്ഞൊന്നും വരാം. പക്ഷെ രാമായണം എന്ന് പറയുന്നത് ഈ ലോകം ഉള്ളിടത്തോളം കാലം, പ്രളയം ഉള്ളിടത്തോളം കാലം, സൂര്യചന്ദ്രന്മാര് ആകാശത്തുള്ളിടത്തോളം കാലം നിലനിൽക്കും വാൽമീകി. അതുകൊണ്ടാണ് ഹനുമത് രാമായണം, ഹനുമന് എഴുതിയ രാമായണം. അതിലും ഭയങ്കര ഈ രാമഹൃദയം കേട്ടിട്ടാണ് ഈ പറഞ്ഞ ഹനുമാനും ഈ രാമായണം എഴുതുന്നത്. അപ്പോ ഹനുമാനോട് പറയാണ്, ഹനുമാനെ നീ ഒരിക്കലും നിന്നെ ആരും മറക്കില്ല. കാരണം രാമൻ ഉള്ളിടത്തോളം കാലം ഹനുമാൻ ഉണ്ടാവും. പക്ഷെ കാലക്രമത്തില് കാലത്തിന്റെ കുത്തു ആ ഒരു വെള്ളപ്പാച്ചില്, മലവെള്ളം പോലെയുള്ള കാലത്തിന്റെ ഒഴുക്കില് ചിലപ്പോ വാൽമീകി മറന്നുപോയെന്നിരിക്കാം. കാരണം ആഞ്ജനേയന്റെ രാമായണം അത് അത്രയ്ക്ക് ശക്തമാണ്. അപ്പൊ അത് ഭൂമിയിൽ നിലനിന്നാൽ ഈ വാൽമീകി എന്ന് പറയുന്ന മനുഷ്യനെ ചിലപ്പോൾ ആളുകൾ കാലഹരണപ്പെട്ടു പോകും. അത് ഒരിക്കലും പാടില്ല. നിന്റെ രാമായണം വേണ്ട, നിന്റെ രാമായണം ഗംഗയിൽ ഉപേക്ഷിക്കുമെന്ന് പറയണം. അതുകൊണ്ടാണ് വാൽമീകി എന്നറിയപ്പെടുന്നതും. ആദ്യ കാവ്യം അദ്ദേഹമാണ് ഇത് എഴുതിയത്. അപ്പൊ നോക്കൂ, ആ എഴുതിയ ആളിനോട് രാമന്റെ ഒരു കൃപ. അപ്പോ ആ ഒരു തലം നമ്മൾ മനസ്സിലാക്കണം. രാമഹൃദയ മന്ത്രം മനസ്സിലാക്കിയതിന് ശേഷമാണ് വാൽമീകി അനുഭവിച്ച ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഉയർന്ന തലം, അതിൽ നിന്നാണ് അദ്ദേഹം ഈ വാൽമീകി രാമായണം എഴുതുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലാണ് ശരിക്കും രാമായണം ഈ മാഹാത്മ്യം പറയുന്നത്. മാർക്കണ്ഡേയ പുരാണം നമുക്കറിയാം, അതിലാണ് ദേവി മഹാത്മ്യം ഒക്കെ വരുന്നത്. അതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നത് ഭാരതീയ ചിന്ത എന്ന് പറയുന്ന തപസ് കൊണ്ട് മാത്രമേ ഒരു വ്യക്തി ഉയരുകയുള്ളൂ. വീണ്ടും 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 തന്നെ പറയുന്നു. ദേവി മഹാത്മ്യം നമുക്കറിയാം. സുരത സമാധിമാർ എന്തുകൊണ്ടാണ് നേടുന്നത്? ദേവി സൂക്തമാകുന്ന മന്ത്രം ജപിച്ച മന്ത്രം, അതാണ് മനസ്സിനെ നിർത്തുന്നത് മന്ത്രം. മനസ്സിൽ ഉയർന്ന തലത്തിലേക്ക് എത്തുന്നത് മന്ത്രം. എന്തിൽ സഞ്ചരിച്ച ഒരു തോണിയിലൂടെ ഈ സ്ഥൂല ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവിന് ഈശ്വര പദവിയിലോട്ട് പോകാൻ പറ്റൂ? അത് മന്ത്രം. അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ഉയർത്തുന്ന ഏക ഉപാധി. മനസ്സെന്ന് പറയുന്ന കാണാത്ത ഒരു സങ്കല്പത്തെ മനസ്സെന്ന് നമ്മളൊക്കെ പറയുന്ന എന്താ പറയുക, ഒരു വലിയ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മരങ്ങൾ വെട്ടിമാറ്റിയാൽ അവിടെ കാടില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ കാട് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? മരങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ കാടെന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ മനസ്സെന്ന് പറയുന്നത് ചിന്തകളുടെ കൂട്ടത്തെയാണ് മനസ്സെന്ന് പറയുന്നത്. അല്ല വ്യക്തമായിട്ട് നമുക്ക് ആർക്കും മനസ്സിനെ എന്താ പറയാ ഒന്ന് പറഞ്ഞു തരാനോ അതിനെ ഒരു ചട്ടക്കൂട്ടിൽ അടയ്ക്കാനോ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഫ്ലോയിങ്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്തൊക്കെയോ ചിന്തകൾ പാസ്റ്റ് നിന്ന് വരുന്നു, ഫ്യൂച്ചറിനെ കുറിച്ച് വരുന്നു, പ്രസന്റിൽ നിൽക്കുന്നു. ഈ ചിന്തകളെ എല്ലാം വെട്ടിമാറ്റി കഴിഞ്ഞാൽ അവിടെ എന്താണുള്ളത്? ആത്മതത്വം മാത്രമേ ഉള്ളൂ. ആ ആത്മതത്വത്തെ മറച്ചുകൊണ്ട് മനസ്സെന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ചിന്തകളിലൂടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ എന്താണ്? ആ ഒരു തപസ് കൊണ്ട്, തപസ് എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായിട്ട് ചിന്തകളെ കുറച്ച് ബാഹ്യവസ്തുക്കളിൽ നിന്ന് തന്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് തപസ് ഏകാഗ്രമായിട്ട് മനസ്സിനെ ചിന്തകളില്ലാത്ത ഒരവസ്ഥ.
അപ്പൊ മാത്രമേ നമുക്ക് ആന്തരികമായിട്ടുള്ള തത്വം വെളിപ്പെടുകയുള്ളൂ എന്ന് ഏത് ഭാരതീയ ചിന്ത എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. പിന്നെ അത് ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അറിവ് വേണം. ആ എവിടെയെങ്കിലും ഉറയ്ക്കണമെങ്കിൽ ഒന്നും അറിയാതെ എവിടെ കൊണ്ട് ഉറപ്പിക്കും? വീണ്ടും നമ്മൾ ബാഹ്യതലത്തിൽ തന്നെയല്ലേ പോണത്. അപ്പൊ ആദ്യം നേടേണ്ടത് അറിവ് മാത്രമാണ്. അറിവിലൂടെ നമുക്ക് കൈവല്യം ഉണ്ടാകും എന്ന് എല്ലാ ഉപനിഷത്തിന്റെ ഒക്കെ ലക്ഷ്യം ആ ഒരു അറിവാണ്. അറിവിലൂടെ അറിയൂ. അതാണ് എന്താ പറയാ, അസതോമ സദ്ഗമയ തമസമോ ജ്യോതിർഗ മൃത്യു. ഈ അമൃതത്വം കൈക്കൊള്ളണമെങ്കിൽ എന്താ? നിങ്ങൾക്ക് ഈ അജ്ഞാനം മാറണം, അറിവ് നേടണം എന്ന് പറയുന്നത്. അപ്പൊ രാമനെ ഒരു ചരിത്ര പുരുഷനും അവതാരവും ഒക്കെ ആയിട്ട് നമ്മൾ കാണണമെങ്കിലും വാൽമീകിയുടെ രാമഹൃദയ വൈശിഷ്ട്യം ഉൾക്കൊണ്ടാണ് രാമായണം എഴുതിയെന്ന് പറയുമ്പോൾ എന്താണ് വ്യക്തമാക്കുന്നത്? ആ രാമനാമം തപസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തപസ്സാണ്, തപസ്സിലൂടെയാണ് മരാമര എന്നുള്ള വാക്ക് രാമനായിട്ട് തീർന്നത്. അപ്പോ ഈ ഒരു വാക്ക് തന്റെ കൽമഷങ്ങളെ, മനസ്സിനാണ് ദുഃഖം വന്നത്. കാട്ടാളൻ എവിടെ ദുഃഖം വന്നു? ആ ഒരു തന്റെ ഭാര്യയിൽ നിന്ന് അറിവ് കിട്ടിയപ്പം ദുഃഖം വന്നു. തന്റെ കൽമഷങ്ങളെ നീക്കിയത് എന്താണെന്ന് വാൽമീകി തന്നെ രാമനോട് പറയുന്നുണ്ട്. രാമ, എന്റെ തപസ്സാണ്. ഏത് തപസ്? ഈ മന്ത്രത്തിലൂടെയുള്ള തപസ്. മന്ത്രജപം കൊണ്ട് എന്റെ കൽമഷങ്ങളെല്ലാം അകന്നുപോയി എന്ന് ആധ്യാത്മരാമായണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സീതാസമേതനായിട്ട് രാമൻ വന്ന് വാൽമീകിയോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. കാട്ടില് വന്നു കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വേണം ഇരിക്കാൻ എന്ന് പറയുന്നുണ്ട് വാൽമീകിയോട്. ഏത് രണ്ട് ഇതിലുമുണ്ട്, ആധ്യാത്മ രാമായണത്തിലും വാൽമീകി രാമായണത്തിലുമുണ്ട്. തന്റെ ആ ഒരു കാനന പ്രവേശത്തിന് ശേഷം വാൽമീകിയുടെ ആശ്രമത്തിൽ വന്ന് ചോദിക്കുന്നു, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറയുമ്പോൾ എന്താണ് വാൽമീകി പറയുന്നത്? ഈ രാമഹൃദയത്തെ അറിഞ്ഞ വാൽമീകി പറയുന്നു, രാമ, സർവഭൂതങ്ങളിലും ഇരിക്കുന്നവനല്ലേ അങ്ങ് സർവഭൂതങ്ങളിലും നിന്നിലാണ് ഇരിക്കുന്നത്, അങ്ങ് എല്ലാ ഭൂതങ്ങളിലും ഇരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയ്ക്ക് സീതാസമേതനായിട്ട് ഇരിക്കാൻ ഒരു സ്ഥലം ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, ആ ഇരിക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്റെ തപസ്സിലൂടെ അങ്ങേ അറിഞ്ഞ ഞാൻ പറയാണ്, നിഷ്കളങ്കരായിട്ട്, നിർമ്മമരായിട്ട്, സമലോഷ്ട കാഞ്ചമനന്മാരായിട്ട്, സന്മതികളായിട്ട് ആരുടെ ഹൃദയമാണുള്ളത് അവിടെയാണ് അങ്ങേക്ക് ഇരിക്കേണ്ടത്. നിഷ്കളങ്കരായിട്ട്, കളങ്കരഹിതമില്ലാത്ത, പാപങ്ങളില്ലാത്ത, നിർമ്മമരായിട്ട്, മമത്വമില്ലാത്ത, പാശമില്ലാത്ത, സമലോഷ്ട കാഞ്ചമനന്മാരായിട്ട്. റോഡിൽ കിടക്കുന്ന കല്ലും ഒരു കാഞ്ചന കട്ടയും കൊണ്ടുവച്ചാൽ രണ്ടും സമമായിട്ട് കാണുന്നവരായിട്ട്, സന്മതികളായിട്ട്, നല്ല ബുദ്ധിയുള്ളവർ. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ മെറ്റീരിയൽ കാര്യങ്ങൾ പഠിക്കുന്നില്ല. സന്മതി എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധി കൊണ്ട് ബുദ്ധിയിൽ ഈശ്വര തത്വത്തെ ഗ്രഹിച്ചവര്. അപ്പോ സന്മതികളായിട്ട് ആരുടെ ഹൃദയമാണ് ഉള്ളത്? അല്ലയോ രാമ, അങ്ങേക്ക് ഇരിക്കേണ്ട ഏറ്റവും ഉയർന്ന സ്ഥലം, ഒരു ആസനം തരണമെങ്കിൽ അവിടെ മാത്രമേ അത് അങ്ങേക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഭൂമിയിൽ ഒരിടവും അങ്ങേക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല. നമുക്ക് എത്ര ഉയർന്ന രീതിയിലാണ് ഈ വാൽമീകി പറയുന്നത്, ഒരു കാട്ടാളനായിരുന്ന ആളുടെ ട്രാൻസ്ഫോർമേഷൻ. അതുപോലെ നമ്മളും കാട്ടാളന്മാരാണ്. നമ്മൾ ഈ പറയുന്ന ജീവിതമാകുന്ന, ഈ പറഞ്ഞ ഭൂമിയാകുന്ന വനത്തിൽ നമ്മൾ താമസിക്കുന്നു. സ്വന്തം സ്വത്വത്തെ, തന്റെ ആത്മാവിനെ അറിയാതെ എന്തൊക്കെയോ ജീവിച്ചു പോകുന്നവരാണ്. നമ്മളുമെല്ലാം ആ കാട്ടാളത്വമുണ്ട്. ആ ഒരു അപരിഷ്കൃതമായിട്ടുള്ള ജീവിതം, പരിഷ്കൃതമായ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്നതെല്ലാം തന്നെ നാമരൂപങ്ങൾക്ക് പുറകെ പോകുന്ന ഒരു ജീവിതം, എന്തൊക്കെയോ കണ്ട് ഭ്രമിച്ചു പോകുന്ന ഒരു രാക്ഷസീയ സ്വഭാവം എന്നേ പറയാൻ പറ്റൂ. സ്വത്വത്തെ അറിഞ്ഞവര്, തന്റെ ആത്മതത്വത്തെ അറിഞ്ഞവർക്ക് ഒന്നിന്റെയും പുറകെ പോവേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നു ചേരും. ഇതിലൊന്നും അതാണ് ആ ഒരു കാഞ്ചനത്തെയും കല്ലിനെയും ഒരുപോലെ കാണണം. മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കണം. ഈ പറഞ്ഞ എന്തിലെങ്കിലുമൊക്കെ അസ്വസ്ഥമാകുന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടി കൊണ്ടുവരുന്ന അറിവാണ്. അതിനെല്ലാം മാറ്റിയിട്ട് സ്വസ്ഥനായിട്ട് തന്റെ ആത്മതത്വത്തിൽ ലയിച്ചിരിക്കണം. അവിടെ രാമന് ഇരിക്കാൻ പറ്റുള്ളൂ, അവിടെ ദേവിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അവിടെ ആത്മതത്വം പ്രകടമാവുള്ളൂ. കാരണം അവിടെ തപസ്സാണ്. ആ ബാഹ്യ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആന്തരികമായിട്ടുള്ള കോൺസെൻട്രേഷനിൽ ഞാൻ ആരാണ് എപ്പോഴും ഇരിക്കണം എന്നല്ല, കുറച്ച് സമയമെങ്കിലും അത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് പതുക്കെ 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 മനസ്സിനെ അവിടെയോട്ട് കൊണ്ടുവരണം. 12 ശ്ലോകങ്ങളിൽ ഈ രാമഹൃദയം മന്വന്തരങ്ങളില് രാമൻ എവിടെയാണ് ഇരിക്കണതെന്ന് പറയുന്നു. മന്വന്തരങ്ങളിൽ പോലും ഏത് യുഗം വന്നാലും രാമൻ എവിടെയാണ് ഇരിക്കേണ്ടതെന്നുള്ള ആ ഒരു വാൽമീകിയുടെ ഈ പറയുന്ന വാക്കുകൾ ഒരു ദിവസമോ 2 ദിവസത്തേക്കല്ല, ഈ പറഞ്ഞ മന്വന്തരങ്ങളിലും ഇതാണ് സത്യം, ഇവിടെ രാമൻ ഇരിക്കാൻ പറ്റുള്ളൂ. ഈ ചിന്തയ്ക്ക് ഉറവിടം എന്താണ്?
വാൽമീകിയുടെ തപസ്സാണെന്ന് നമ്മൾ അറിയണം. അദ്ദേഹം അറിഞ്ഞു ആ സത്യത്തെ. അപ്പോ കാട്ടാളനായിരുന്ന താൻ സപ്തർഷികളെ കണ്ടിട്ട് ആ സപ്തർഷികളെ ആക്രമിച്ചതും ദ്രവ്യം കൊടുത്ത ഭാര്യ കർമ്മസിദ്ധാന്തം, അതായത് കർമ്മഗതി പറഞ്ഞു തന്നതും സപ്തഋഷികളിൽ നിന്ന് മരാമന്ത്രം സ്വീകരിച്ച് വാൽമീകിയാകുന്ന കഥ വാൽമീകി എന്താ പറയുന്നത്? രാമനോട് തന്നെ പറയും, ഞാൻ ഇങ്ങനെ ആയി, അല്ലയോ രാമ. ആരണ്യകാണ്ഡത്തിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു അറിവിനുള്ള ഏക വഴി തപസ്സാണ് എന്ന് വാൽമീകി പറയുന്നു, ആദി കാവ്യം പറയുന്നു, വേദ ഉപനിഷത്തുകൾ പറയുന്നു, ഭാരതത്തിന്റെ പൈതൃകം ഇതാണ് ഉദ്ഘോഷിക്കുന്നത്. അപ്പോ തപസ്സാണ് ജ്ഞാനം, ജ്ഞാനമാണ് കൈവല്യം. ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യ പദവിയിൽ എത്തിച്ചേരാൻ പറ്റൂ. ഏത് ഉപാസനാ മാർഗത്തിലും സാമീപ്യം, സാരൂപ്യം, സായുജ്യം, സാലോക്യം ഏത് പദവിയിൽ നമുക്ക് എത്തിച്ചേർന്ന് കുറച്ചു കാലമേ അവിടെ വസിക്കാൻ പറ്റുള്ളൂ. കാരണം നാമരൂപങ്ങള് വിട്ടുപോകും. ആ നാമരൂപങ്ങൾ വിട്ടാലും കൈവല്യ പദവി, മോക്ഷ പദവി, തിരിച്ച് തന്റെ ശരീരത്തിലേക്കുള്ള ജനന മരണ യാത്രകളിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള മോചനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് തപസ് ചെയ്യണം. ആ തപസ് തീർച്ചയായിട്ടും കൈവല്യ പദവി ഉണ്ടാക്കിത്തരും. വേദ ഉപനിഷത്തുകളൊക്കെ തന്നെ ഈ സത്യത്തെ വിളിച്ചു പറയുമ്പം അതാണ് നോളജ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. നമുക്കതിനെ ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല. നമ്മൾ സ്വീകരിക്കേണ്ട മന്ത്രവും അത് തന്നെയാണ്. അപ്പൊ തപസ്സാണ് ഏക മാർഗം എന്ന് പറയുമ്പോൾ അത് തപസ് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? ബുദ്ധി കൊണ്ടല്ല, ശരീരം കൊണ്ടല്ല. എന്തുകൊണ്ടാ? മനസ്സുകൊണ്ട്. ആ മനസ്സുകൊണ്ട് ആ തപസ് ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ഫോഴ്സസ് എന്ന് പറയാം, അതിനെയാണ് ആസുരിക ശക്തികള്, അസുരന്മാര്, രാക്ഷസന്മാരെന്നൊക്കെ നമ്മൾ പറയണത്. അത് വെറുപ്പ്, അസൂയ, വിദ്വേഷം ഇതെല്ലാം തന്നെ വ്യക്തി ഹൃദയത്തില് ഉണ്ടാകും. ആ വ്യക്തി ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് എല്ലാം. നമുക്കറിയാം, എനി വാർ ഈസ് ക്രിയേറ്റഡ് ഇൻ a person's mind എന്ന് പറയും. ലോകത്ത് ലോകമഹായുദ്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതെല്ലാം ഒരാളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ആ ചെതൽപുറ്റാണ്. എന്താ പറയാ, ഒരു വിഷമാണ്. ആ ബാക്കിയുള്ളവരെ ദ്രോഹിക്കുക, പിടിച്ചടക്കുക. ഒരു രാജാവിന്റെ ആവട്ടെ, ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരിയുടെ ഹൃദയത്തിലാട്ടെ എത്രയോ പേരുടെ ജീവനാണ് അത് എടുക്കുന്നത്. ആ ഒരു എന്താ നിരന്തരമായിട്ടുള്ള ചിന്ത, എനിക്കിതൊക്കെ പിടിച്ചടക്കിയാൽ ഞാൻ എന്താ ഒരു വലിയ എത്രയോ രാഷ്ട്രങ്ങളുടെ അധിപതിയാവും. എത്ര കാലത്തേക്ക്? ഈ ശരീരം കൊണ്ട് എത്ര കാലത്തേക്ക് ഒരു രാജപദവിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും? വളരെ തുച്ഛമായിട്ട് ശരീരം നിൽക്കുന്നിടത്തോളം കാലം. എത്ര പേരെ നമുക്ക് ഫോഴ്സ് ചെയ്ത് നമ്മുടെ അക്സെപ്റ്റൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും? വളരെ തുച്ഛമായിട്ട്. നമ്മുടെ മുമ്പിൽ അവർ ഓച്ചാനിച്ച് നിൽക്കും, നമ്മുടെ പുറകില് എങ്ങനെയെങ്കിലും ഇയാളൊന്ന് ചത്തുപോയെങ്കിലും നമ്മൾ ശപിക്കും. ഇതാണ് കാലം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരാളെ കീഴടക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ബുദ്ധനെ പോലെ സ്നേഹത്തിലൂടെ തന്റെ ബോധി സത്വ സ്വരൂപത്തില് തിരിച്ചറിഞ്ഞ ബുദ്ധൻ ലോകങ്ങൾ മുഴുവനും എത്രയോ പേര് അദ്ദേഹത്തെ പിന്തുടർന്നു പോയി. കാരണം അദ്ദേഹം തന്റെ യഥാർത്ഥ ആ ഒരു സത്യത്തെ, അതാ പറഞ്ഞ, നമ്മളൊരാളെ കീഴടക്കുന്നത് ശരീരം കൊണ്ടല്ല, അത് ഭീരുത്വമാണ്. ശരീരബലമുള്ളവന് ശരീരബലം കുറഞ്ഞവനെ കീഴടക്കാൻ പറ്റും. പക്ഷെ മനസ്സുകൊണ്ട് കീഴടക്കുന്നത് എന്താ പറയാ, അത് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ ആത്മീയ തത്വം. അതുകൊണ്ട് നമുക്ക് എല്ലാവരും മനസ്സിലാക്കണം, ആ ഒരു മനസ്സിലാണ് കന്മഷങ്ങൾ ഉണ്ടാവുന്നത്, വിഷമങ്ങൾ ഉണ്ടാവുന്നത്. അതിന് കാരണം ഈ പറഞ്ഞ വികാരങ്ങളാണ്. ശത്രുത, ഭയം, വിദ്വേഷം, ഇങ്ങനെയുള്ളതെല്ലാം ബാക്കിയുള്ളവരെ കാണുമ്പോൾ കമ്പയർ ചെയ്യണു. അയ്യോ, അവർക്കെന്താ ഇങ്ങനെ വന്നത്, എനിക്കതിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതെല്ലാം പോണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ സമൂഹത്തിലോട്ട് അത് വ്യാപിക്കണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് പറയും, വേറൊരാളോട് പറയും, ഇങ്ങനെ പറഞ്ഞ് ഒരു ശൃംഖല മുഴുവനും ഒരു കറുത്ത രൂപം ഉണ്ടാക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ. ഒരാളെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നുന്നത് അത് വേറെ ആർക്കും തോന്നില്ല. നമ്മൾ പറയുമ്പം ഈ കേട്ടിട്ടില്ലാത്ത ആളുകളെ കൂടെ ചോദിക്കുന്നുണ്ട്, അയ്യോ ഇതാണോ? അങ്ങനെ ചോദിച്ചും പറഞ്ഞും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ട് സമൂഹത്തിൽ തന്നെ നമ്മളൊരു എന്താ പറയാ, ഒരു നെഗറ്റീവ് ഫോഴ്സിനെ ഉണ്ടാക്കുകയാണ്. അതാണ് ആയുധമെടുക്കാൻ കാരണം വരുന്നത് അവസാനം. ആയുധം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള ആയുധമാവാം, നമ്മൾ എടുക്കുന്ന ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ഒക്കെ ആവാം. അപ്പോ കൈവല്യം എന്നത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കൽമഷങ്ങൾ മാറണം. ഇത് മനസ്സിന്റെ തലമാണ്. മനസ്സിനെ കണ്ടുപിടിക്കാനോ എടുത്ത് കഴുകാനോ ആരുടെ അടുത്തെങ്കിലും കൊണ്ടുപോകാനോ പറ്റില്ല. മനഃശാസ്ത്രജ്ഞന് പോലും കണ്ടുകിട്ടാൻ പറ്റാത്ത ഒരു പ്രഹേളികയാണ് മനസ്സ്. ആ പിടിക്കാൻ ചെല്ലുമ്പം ഈ മാനിനെ പോലെ അകന്നകന്ന് പോകും. ചിന്തകൾ ഇല്ലാതിരിക്കുമ്പോൾ ചിന്തകളായിട്ട് തിരിച്ചു വരും. അത് ഉറങ്ങുമ്പോ എവിടെ പോണോ ആർക്കും അറിയില്ല. അപ്പൊ മനസ്സെന്ന് പറയുന്നത് ആ ഒരു ജീവാത്മാവിന്റെ ഭാവമാണെന്ന് കാണണം. ഇല്ലാതെ മായയുടെ ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ലനലിനും. നമ്മള് ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഇല്ലാതെ മായ എന്ന് പറഞ്ഞ ഒന്നില്ല. പക്ഷെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? എത്ര രൂപങ്ങള്, എത്ര നിഴൽക്കൂത്തുകൾ നമ്മളെ കാണിക്കുന്നു.
ആ ഉള്ളതായിട്ട് തന്നെ ഉണ്ടാക്കി കാണിക്കുന്നു. അതാണ് മനസ്സിന്റെ ഒരു ഒരു പ്രത്യേക കഴിവ്. അപ്പൊ നല്ല കർമ്മങ്ങള്, ആ ഒരു തിരശീല മാറിയിട്ട് യഥാർത്ഥമായ സത്യത്തെ അറിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന രൂപങ്ങളെല്ലാം തന്നെ ആ ഒരു സത്യത്തെ ബന്ധിപ്പിക്കുന്നതായിരിക്കും. നല്ല രൂപങ്ങളായിരിക്കും. ഭഗവാന്റെ, അമ്മയുടെ വിവിധ രൂപങ്ങളായിരിക്കും. അമ്മയുടെ ദശമഹാവിദ്യകളായിട്ടിരിക്കുന്ന പല രൂപങ്ങളായിരിക്കും നമ്മളെ കാണുന്നത്. നമ്മളെ ആക്രമിക്കാൻ വരുന്ന, നമ്മളെ ദ്രോഹിക്കാൻ വരുന്ന ഒരു ആളിന്റെ ഉള്ളിൽ പോലും നമ്മൾ നല്ല രൂപം കണ്ടാൽ അവരുടെ ആ ദൗർബല്യം, നമ്മളെ നശിപ്പിക്കണം എന്നുള്ള ആ ഒരു ത്വര, അവര് നമ്മളെ എന്തൊക്കെയോ ചെയ്യാൻ വരുന്നവരുടെ മനസ്സ് തന്നെ മാറിപ്പോവും. കാരണം നമ്മുടെ ഉള്ളിൽ ആ സച്ചിന്തകളെ വളർത്തണം. ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന്റെ ഉള്ളിലല്ല, അയാളുടെ ഉള്ളിൽ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് അയാളുടെ ശരീരത്തിൽ കയറിയിരുന്ന് മാറ്റാൻ പറ്റില്ല. എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ, നമ്മുടെ ആത്മശക്തിയെ, നമ്മുടെ പോസിറ്റീവ്നെസ്സിനെ നമ്മൾ കൂട്ടണം. അതിന് ഏക വഴി മന്ത്രം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഒരാൾ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ട് വരുമ്പോൾ മന്ത്രജപം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പോസിറ്റീവ്നെസ് കൊണ്ട് അവിടെ വരുന്ന നെഗറ്റീവ് ക്വാളിറ്റിക്ക് പോസിറ്റീവിനെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. അതാണ് ദേവന്മാരുടെ ശക്തി. ദേവന്മാരെ എപ്പോഴും ജയിക്കുള്ളൂ. ആ ഈശ്വരി, ആ ഭഗവതി ദേവന്മാരുടെ കൂടെ നിൽക്കുള്ളൂ. കാരണം ദേവന്മാര് ജീവിക്കുന്നത് അന്യർക്ക് വേണ്ടിയിട്ടാണ്. അവരൊരിക്കലും ആ ഒരു സെൽഫിഷ്നെസ് ഇല്ല. ഞാന്, എന്റേത്, എനിക്കുള്ളതെന്ന് പറയുന്നതെല്ലാം തന്നെ ആസുരിക ശക്തികളാണ്. ഇന്ദ്രൻ ഒരിക്കലും മഴ പെയ്യിക്കുന്നത് ഇന്ദ്രാണിയുടെ വീട്ടിലല്ല, ഈ പ്രപഞ്ചത്തിന് മുഴുവനുമാണ്. അപ്പൊ ഇന്ദ്രൻ എന്ത് തെറ്റ് ചെയ്താലും ദേവി ക്ഷമിക്കുന്നു, ശിവൻ ക്ഷമിക്കുന്നു, സകല ഇന്ദ്രൻ മഹാമോശമാണ് നമ്മുടെ മനസ്സ്. പക്ഷെ എന്താ ക്ഷമിച്ചിട്ട് വീണ്ടും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? അവർക്ക് സെൽഫിഷ്നെസ് ഇല്ല, എന്റേതെന്നുള്ള ചിന്തയില്ല. അതാണ് കാരണം. അപ്പോ ഈ കൽമഷങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണം മനസ്സാണ്, മനസ്സിലെ നെഗറ്റീവ് തോട്ട്സ് ആണ്. അപ്പൊ എന്താ നമുക്ക് വേണ്ടത്? കൈവല്യം എന്നത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപാസന വഴി മാത്രമാണ്, ഉപാസനയിലൂടെ കിട്ടുള്ളൂ. ആ വാൽമീകി രാമായണം എന്ന് പറയുന്നത് ഉപാസന വഴിയാണെന്ന് നമ്മൾ അറിയണം. അത് വെറും ഒരു കഥയല്ല, അത് വെറും ഒരു ഒരു ആദ്യ കാവ്യമോ ഒന്നുമല്ല. അത് ഉപാസന കാണ്ഡമാണ് ഒരു സാധകനെ സംബന്ധിച്ച്. അപ്പൊ വാൽമീകി രാമായണം എന്നത് ഉപാസന കാണ്ഡത്തിലൂടെ നോക്കുകയാണെങ്കിൽ രാമന്റെ എന്നുള്ള വ്യക്തി, ആ രാമൻ എന്ന വ്യക്തി സത്തയുടെ അയനമാണ്. നമ്മുടെ ഓരോ ജീവാത്മാക്കള് രാമൻ എന്നുള്ള വ്യക്തിയിലോട്ടുള്ള അയനമാണ്, യാത്രയാണ്. അതാണ് രാമഹൃദയത്തിലേക്ക് നമ്മൾ പോകാൻ കാരണം. രാമഹൃദയം നമ്മൾ അറിയണം. വൈഷ്ണവനായിട്ടുള്ള രാമന്റെ അവതാരം എന്തിനായിരുന്നു? ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമായിരുന്നു. അപ്പോൾ വൈഷ്ണവ രാമതത്വം, വൈഷ്ണവം തിരിച്ചു പറയാൻ കാരണം നമ്മുടെ മതങ്ങള് 4 ഷൺമതമായിട്ട് പിരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈഷ്ണവ മതം. മതങ്ങളെല്ലാം അവസാനം ചെന്ന് ചേർന്നത് ശാക്തേയത്തിലാണ്. ശാക്തേയ ഉപാസന മാത്രമാണ് ഏറ്റവും ആദ്യത്തത്. ഈ പറഞ്ഞതെല്ലാം തന്നെ ആ ദേവിയുടെ ആ ഒരു അധികാര പരിധിക്കുള്ളിൽ വരികയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും വൈഷ്ണവരെന്നും ശൈവരെന്നും ഓരോ മാർഗം സ്വീകരിക്കണമെന്നേ ഉള്ളൂ. മാർഗം എന്തായാലും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ചെന്ന് ചേരുന്നതും ഏകമായിട്ടുള്ള സത്യലുമാണ്. അപ്പോ വൈഷ്ണവനായിട്ടുള്ള രാമന്റെ അവതാരം ദുഷ്ടനിഗ്രഹമാണ്. എന്ത് ദുഷ്ടൻ? നമ്മുടെ ഹൃദയത്തിലുള്ള ദുഷ്ടന്മാര്. ശിഷ്ടപരിപാലനമാണ്. നമ്മുടെ ഉള്ളിലുള്ള ദേവന്മാരെ പൂജിച്ച് ആ ദേവന്മാരുടെ അനുഗ്രഹത്തോടുകൂടി, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഏകമായിട്ടുള്ള പരമാത്മാവിലേക്കുള്ള യാത്ര. അപ്പോൾ വൈഷ്ണവമായിട്ടുള്ള രാമതത്വത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ രാമഹൃദയം അതിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. നമ്മൾ ആ രാമഹൃദയത്തിന് മുമ്പേ തന്നെ ഹൃദയത്തിൽ രാമൻ അവതരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലീലാവിലാസങ്ങളാണ്. ഇപ്പൊ നമ്മൾ 56,000 ശ്ലോകത്തില്, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ അധ്യാത്മ രാമായണത്തിന് നമ്മൾ പ്രധാനപ്പെട്ട ആ ലീലകളെല്ലാം കണ്ടു ഇല്ലേ? അതിൽ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എല്ലാം തന്നെ എല്ലാം ഓരോ രാക്ഷസന്മാരെ കൊല്ലുക, ധർമ്മത്തിന് വേണ്ടി നിൽക്കുക, സത്യത്തിന് വേണ്ടി നിൽക്കുക, ആ സത്യവും ധർമ്മവും പിടിച്ചു നിൽക്കുക, അതിനുവേണ്ടി എന്തും ത്യജിക്കാനുള്ള രാമന്റെ ആ ഒരു വിൽ പവർ, അദ്ദേഹത്തിന്റെ ആ ഒരു കർമ്മനിരത, അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ശരിക്കും പറഞ്ഞ വാൽമീകി രാമായണം ത്രേതായുഗത്തിലാണ് രചിച്ചത്. അത് ഇപ്പൊ കൊണ്ടുവന്ന കലിയുഗത്തില് ഈ പറഞ്ഞ ബുദ്ധി ഒരുപാട് കുറഞ്ഞുപോയി. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ആ ബഹിർമുഖമായത് കാരണം അവർക്ക് തപസ്സില്ല. ഇപ്പോൾ ഉള്ളവർക്ക് രാമായണം വായിക്കാൻ പറ്റുന്നില്ല, സമയമില്ല. അവർക്ക് കുറച്ച് സമയം ജപത്തിന് സമയമില്ല. അങ്ങനെ ബുദ്ധി മന്ദീഭവിച്ചു പോയി, മന്ദബുദ്ധികളായി തീർന്നു. അങ്ങനെ 56 ശ്ലോകങ്ങളെ അറിയാൻ സമയമില്ലാത്തത് കൊണ്ട് വേദവ്യാസൻ കലിസന്ധിയില്, അതായത് ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തില് ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വധാമത്തിലേക്ക് പോയപ്പോ കലിയുഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചെന്ന് പറയാണ്, എങ്ങനെയെങ്കിലും ഈ രാമായണം, എന്താണ് ഈ കലിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു മാർഗം ഇവിടുത്തെ ജനങ്ങളെ. അങ്ങനെയാണ് 6000 ശ്ലോകങ്ങളില് അധ്യാത്മ രാമായണം നമുക്ക് കിട്ടിയത്. പക്ഷെ ഇതിൽ 4200 ശ്ലോകങ്ങളെ ഇപ്പോഴുള്ളൂ. അത് രാമഗീതയും കൂടെ ഉൾപ്പെട്ടിട്ടാണിത്.
സാമാന്യ ബുദ്ധികൾക്കും കൂടി എന്താ പറയാ, വെറും ബുദ്ധി ഇല്ലാത്തവർക്കും കൂടി ഇത് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഒരു ആധ്യാത്മിക പരിവേഷം കൊടുത്ത് രാമനെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥ രാമൻ ആരാണ്? മനുഷ്യന്റെ അവതാരത്തോടു കൂടി തന്ന രാമൻ വാൽമീകിയുടെ ആ ഒരു ത്രേതായുഗത്തിലെ വാൽമീകി രാമായണത്തിലാണ് യഥാർത്ഥ സത്ത നമ്മൾ കാണുന്നത്. കാരണം അനുഭവിച്ചറിഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രൂത്തിൽ നിന്നാണ് വാൽമീകി എഴുതിയിരിക്കുന്നത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോ ഈ ആധ്യാത്മ രാമായണം എന്ന് പറയുന്നത് രണ്ടും കലർത്തി പഠിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം, ഈ ഉപാസനക്കാര് ആളുകളെല്ലാം പറയുന്നത്. ഈ കലർത്തി പഠിച്ചത് കൊണ്ട് എല്ലാം കലർപ്പാണിപ്പോ. ഒരു യഥാർത്ഥമായ സത്യത്തിനോട് കുറെ അസത്യം കലർത്തി പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഥാരൂപേണ അവതരിപ്പിച്ചാല് നമ്മൾ മനസ്സിലാക്കുന്നതിലും കലർപ്പുണ്ടാകും. അപ്പോ വേദവ്യാസൻ പറയുന്നത് സാരമില്ല, സാധാരണ ജനങ്ങൾ എങ്ങനെയെങ്കിലും ഒരു രാമനാമം, ഒരു കഥ ഇഷ്ടപ്പെട്ട കുറെ പേര് കഥ കേൾക്കാനും രാമനെ കുറ്റം പറയാനും സീതയുടെ പാതിവൃത്യം ചോദ്യം ചെയ്യാനും അങ്ങനെ കുറെ പേര് രാവണനെ ഇഷ്ടപ്പെടും, രാവണൻ നല്ലതാണെന്ന് പ്രകീർത്തിക്കും. അങ്ങനെയൊക്കെ വന്നെങ്കിലും രാമായണം പഠിക്കട്ടെ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ പല കഥയും. ഇപ്പൊ ഒരു ഏതാണ് MD വാസുദേവൻ നായരുടെ ഒരു ബുക്കിനകത്ത് എന്താ പറയാ, ഈ പറഞ്ഞ മമ്മൂട്ടി അഭിനയിച്ച സിനിമയിൽ അദ്ദേഹമായിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കേണ്ട തച്ചോളിച്ചേവകർക്ക് അദ്ദേഹത്തിന്റെ ദുഃഖം എന്നും പറഞ്ഞ് അത് വേറൊരു പ്രാമുഖ്യം എടുത്ത് അയാളുടെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നു. അയാൾ അപ്പോഴൊന്നും പറഞ്ഞില്ല, മരിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഒരു കഥാകാരന്റെ ഉള്ളിൽ വന്നിട്ട് അയാളെ നല്ലതായിട്ട് ചിത്രീകരിക്കാൻ പെട്ടെന്ന് ഓർമ്മ വരണില്ല. അതും വളരെ വളരെ പ്രശസ്തമായി. കാരണം നമുക്ക് എപ്പോഴും നെഗറ്റീവ്സ് ആണ് ഇഷ്ടം, നെഗറ്റീവ് ആൾക്കാരെ ഇഷ്ടമാണ്. അവർക്ക് പോസിറ്റീവ്നെസ് കൊടുത്ത് അവര് വലുതായിട്ട് പ്രഭാവം കാണിക്കും. നാളെ രാവണനും നല്ലതാണെന്ന് പറയുമായിരിക്കാം. അപ്പോ നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ്. അതായത് കലിയുഗത്തില് ഏറ്റവും പ്രഭാവം കിട്ടുന്നത് ഈ ദുഷ്കർമ്മികൾക്കാണ്. അവരെ നമ്മൾ പ്രഭാവത്തിൽ എടുത്തു കാണിക്കും, സത്കർമ്മങ്ങൾ അവിടെ കുറയും. സാരമില്ല, എന്ത് വന്നാലും അറ്റ്ലീസ്റ്റ് അത് രാമായണം പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് വേദവ്യാസൻ ഈ പറഞ്ഞ 4200 ശ്ലോകങ്ങൾ കൊണ്ടുവന്നത്. ഈ കലിയുഗത്തില് എക്സ്പെരിമെന്റ് ഈസ് ദ ട്രൂത്ത് എന്ന് പറയും, എക്സ്പീരിയൻസ് ഈസ് ഫാൾസ്. സാധാരണ പറയുന്നത് എന്താ? എക്സ്പീരിയൻസ് ഈസ് ട്രൂത്ത് ആൻഡ് എക്സ്പെരിമെന്റ് ഈസ് ഫാൾസ് എന്നാണ്. പക്ഷെ കലിയുഗത്തില് സമൂഹത്തിന്റെ പതനത്തിന് കാരണം ഇതാണ്. കാരണം ഒരു ടെസ്റ്റ് ട്യൂബിൽ ആസിഡും മറ്റും എടുത്ത് ഒരു മുറിയിൽ വെച്ച് കുറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇതാണ് ഇതിൽ നിന്ന് കിട്ടി H2O+ എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോർമുലകൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ അതെന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ അത് വിശ്വസിക്കും. പക്ഷെ ഒരു കർഷകൻ, തന്റെ പിതാവ്, ഒരു കർഷകൻ മകനായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് തന്റെ പിതാവ് അനുഭവങ്ങളിലൂടെ മണ്ണിനെ കുറിച്ച് പഠിച്ചതും പ്രകൃതിയെ കുറിച്ച് പഠിച്ചതും പറയുകയാണെങ്കിൽ അത് അക്ഷരാഭ്യാസമില്ലാത്തവൻ, എന്റെ അച്ഛന് വിവരമില്ല, ഞാൻ കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിച്ച് എന്റെ ബുക്കിനകത്തിരിക്കുന്ന ആ പറഞ്ഞ ലാബറട്ടറി കിട്ടിയ എക്സ്പീരിയൻസിലൂടെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് അച്ഛന്റെ മുമ്പിൽ ഉദ്ഘോഷിക്കും, പറയും. അപ്പൊ എന്താ കാരണം? ആ അച്ഛൻ, ആ പാവപ്പെട്ട അച്ഛൻ വിത്ത് വിതയ്ക്കുന്നത് എപ്പോഴേ കാലത്തിന്റെ മാറ്റം എങ്ങനെ വരും? ഈ പറഞ്ഞ ആ അയനങ്ങള്, ചന്ദ്രന്റെ എപ്പോഴും ഔഷധികൾ വളരും, എപ്പോഴാണ് വെള്ളം തേവേണ്ടത്, ഈ പറഞ്ഞ ഇടിമിന്നലിലൂടെ എന്തൊക്കെ പുതിയ പുതിയ വർഗ്ഗങ്ങൾ ഭൂമിയിലുണ്ടാവും, എല്ലാം മണ്ണുമായിട്ട് ചേർന്ന് കിടക്കുന്ന മനസ്സിന് പറഞ്ഞു കൊടുക്കേണ്ട, എഴുതി വെച്ചതല്ല അതൊന്നും, എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന സത്യങ്ങൾ, അറിഞ്ഞ സത്യങ്ങളാണ്. പക്ഷെ ഇന്ന് എക്സ്പീരിയൻസ് ആർക്കും വേണ്ട. കാരണം ഈ പറഞ്ഞ കുറെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളിൽ ചെന്ന് വീണ കലിയുഗത്തിലെ ആളുകൾ ഇനി സത്യത്തിലോട്ടുള്ള യാത്രയാണ്, സത്യയുഗത്തിലേക്ക്. അത്രത്തോളം നശിച്ച് നാശത്തിന്റെ പടുകുഴിയിൽ വീണ് കഴിഞ്ഞ് അവിടുന്ന് മനുഷ്യന്റെ അടുത്ത ഗമനം എവിടെയാണ്? സത്യയുഗത്തിലേക്ക്. അപ്പൊ സത്യയുഗത്തില് ഈ പറയുന്ന കലിയുഗത്തില് കുറച്ചു പേര് പിടിച്ചു നിന്ന ഈ സത്യത്തിലൂടെ ജീവിച്ചവർക്ക് മാത്രമേ കലിയുഗത്തിൽ ഉന്നത പദവി കിട്ടൂ. അല്ലാത്തവരെന്താ പറഞ്ഞ അവിടെ എന്താ ഈ ജനസംഖ്യ വളരെ കുറവായിരിക്കും എന്ന് പറയുന്നത് സത്യയുഗത്തില്. കലിയുഗത്തിലുള്ള ഒരുപാട് വർദ്ധിക്കും. കാരണം കള്ളം എത്രത്തോളം പെരുകുന്നോ അത്രത്തോളം ജീവരാശികളും വർദ്ധിക്കും. പക്ഷെ അവിടെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും ജനങ്ങള്. അവിടെ ഉള്ളവര് യാഗഹോമാദികൾ ചെയ്യാതെ തപസ്സിൽ ഏർപ്പെടാതെ തന്നെ ഉയർന്ന തലത്തിൽ ജീവിക്കും. അവര് രാമരാജ്യത്തിലൊക്കെ ജീവിച്ചിരുന്നവർക്കൊക്കെ എന്താ, അവർക്കൊന്നും ചെയ്യണ്ട. ആ രാമന്റെ പ്രഭാവം തന്നെ, ഭരണാധികാരികളുടെ പ്രഭാവം കൊണ്ട് അവര് നന്നായിട്ട് ജീവിച്ചിരുന്നു. അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന നമുക്ക് ഈ പറഞ്ഞ രാമായണം പഠിക്കാനായിട്ടാണ് യോഗം. വാൽമീകി രാമായണം പറഞ്ഞ പലർക്കും മനസ്സിലാവില്ല, അതാണ് സമൂഹം. അതുകൊണ്ട് ഭാരതത്തിൽ ഏത് പഠനം എടുത്താലും നമുക്കറിയാം 2 തലങ്ങളുണ്ട്. ഒന്ന് രാമായണം പഠിക്കുന്നത് പോലും 2 തലങ്ങളിലാണ്. ഒന്ന് ത്രേതായുഗത്തിലെ രാമൻ എന്ന യുഗപുരുഷൻ അവതരിച്ചപ്പോൾ ജീവിച്ചിരുന്ന വാൽമീകി എന്ന മനുഷ്യന്റെ മനസ്സിലെ
രാമമന്ത്രം ഉണ്ടാക്കിയത്. ആ ഒരു ലീലാവിലാസം, ലീല എന്ന് പറഞ്ഞാൽ ആ മനസ്സിന്റെ മാറ്റം, ഒരു കാട്ടാളന്റെ ജന്മത്തിൽ നിന്ന് ഒരു അപരിഷ്കൃതനായിട്ടുള്ള ജന്മത്തിൽ നിന്ന് ഒരു എന്താ പറയുക വിദ്യാഭ്യാസമില്ലാത്ത, സാക്ഷരതയില്ലാത്ത, സോ കോൾഡ് സാക്ഷരത എന്ന് അഭിമാനിക്കുന്ന എത്രയോ പതിച്ച മനസ്സുകളെയാണ് നമ്മൾ കാണുന്നത്. പുറമെ വീട്ടിന്റെ വെളിയിൽ എഴുതി വെക്കാൻ 5-6 ഡിഗ്രികൾ, മനസ്സോ അത്രത്തോളം ഒരു കാട്ടാളനെക്കാളും ഭീകരമായിട്ട് ബാക്കിയുള്ളവരെ കൊല്ലാനും ബാക്കിയുള്ളവരത് പിടിച്ചെടുക്കാനും കള്ളക്കേസ് ഉണ്ടാക്കാനും ആ ഒരു സ്വർണത്തിലുള്ള അഭിവാഞ്ചിയൊക്കെ നമ്മൾ ഇതാണോ ഡിഗ്രി, ഇതാണോ സാക്ഷരത? ഒരിക്കലും അല്ല. സാക്ഷരത എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ആ സമൂഹത്തോടുള്ള പെരുമാറ്റം, ആ കഷ്ടപ്പെടുന്നവരോടുള്ള ഒരു സ്നേഹം, തന്റെ യഥാർത്ഥമായിട്ടുള്ള സത്യത്തെ അറിയാനുള്ള ഒരു വാഞ്ച, അതാണ് സാക്ഷരത. അല്ലാതെ നമ്മൾ ഇന്ന് ഈ സാക്ഷരതയ്ക്ക് പോലും ഇന്ന് പ്രത്യേക മാനദണ്ഡങ്ങളാണ്. അപ്പൊ രാമായണം പോലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് അങ്ങനെ ആ ഒരു വാൽമീകി രാമായണം തന്റെ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് പുറത്തു വന്ന സത്യങ്ങളാണ്. അത് വേറെ ആർക്കും അതിന്റെ പകുതി പോലും മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ പറ്റില്ല. ആ യുഗത്തിൽ ജീവിച്ചിരുന്നവർക്കേ പറ്റൂ. കാരണം അന്നത്തെ മനസ്സ് വളരെ ഉയർന്നതായിരുന്നു. അപ്പൊ ആദ്യത്തേല് നമുക്ക് ഒന്നും വേണ്ട, വെറുതെ ഇരുന്നാൽ മതി. രണ്ടാമത്തേതിൽ അഗ്നിഹോത്രമൊക്കെ ചെയ്യണം. മൂന്നാമത്തേതിൽ തപസ് വന്നു. മൂന്നാമത്തെ യുഗത്തില് കലിയുഗം വന്നപ്പോ ഇതൊന്നിനും അവിടെ പ്രാബല്യം ഇല്ലാതായി. ആ അഗ്നിഹോത്രമില്ല, തപസ്സില്ല, യാഗങ്ങളില്ല, പൂജയില്ല, ഈവൻ എന്ത് ജപം പോലും ഇല്ല. കുറെ അമ്പലങ്ങൾ സ്ഥാപിച്ച് വിഗ്രഹങ്ങളുടെ പിറകെ നടക്കേണ്ടതായിട്ട് വന്നു നമ്മളെല്ലാവരും. കാര്യസാധ്യത്തിന് വേണ്ടി വേറൊരാളെ ആശ്രയിക്കുക, പൂജാരി. അപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള യാതൊരു കർമ്മങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ വയ്യാതായി. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ബാക്കിയുള്ളവരെ ദ്രോഹിക്കുക, മനക്കോട്ട കെട്ടുക, പാസ്റ്റിലിരിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോ യഥാർത്ഥമായിട്ട് ഒന്നും ബുദ്ധിമുട്ടാൻ ഒരു തപസ്സിന് തയ്യാറല്ലാത്ത ഒരു മനുഷ്യർ ഉപാസനാ കാണ്ഡത്തിൽ പ്രവേശിച്ചിട്ട് കാര്യമില്ല. അതിനുവേണ്ടി തന്റെ സമയം കുറച്ച് വിനിയോഗിക്കണം. കുറച്ച് പാശങ്ങളെ, കുറച്ച് അറ്റാച്ച്മെന്റ് നമ്മൾ വിടണം. എല്ലാം കൂടെ കൈപ്പിടി ഒതുങ്ങിയില്ല. കാരണം നമ്മൾ ഈ കാണുന്ന ഭൗതിക നേട്ടങ്ങളെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്തേ ഉള്ളൂ. ഈ പറഞ്ഞ ഭൗതിക നേട്ടങ്ങൾ ഉള്ളപ്പോഴേ നമ്മളെ ചുറ്റിപ്പറ്റി ബന്ധുക്കളുള്ളൂ. തന്റെ ഭർത്താവും കുട്ടികളും ഈ പറഞ്ഞ സമൂഹവും എല്ലാം തന്നെ നമ്മളെ ആദരിക്കണമെങ്കിൽ നമുക്ക് വ്യക്തിത്വം വേണം. ആ വ്യക്തിത്വം അറിയണമെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് വേണം. ആ സെൽഫ് കോൺഫിഡൻസ് വേണമെങ്കിൽ സെൽഫിനെ അറിയണം. ഞാനെന്നുള്ള യഥാർത്ഥ ബോധത്തിൽ നിൽക്കണം. അല്ലെങ്കിൽ എന്താ, നാളെ നമ്മളെ വലിയ ഒരു ഇതിൽ ഉയർത്തി വെച്ചിരുന്ന കുടുംബാംഗങ്ങളാവട്ടെ, ബന്ധുക്കളാവട്ടെ, നിങ്ങൾ നോക്കൂ, നമ്മളെ കൊണ്ട് ഒരു കാശിനും ഒരു ഇതിനും കൊള്ളാതെ ഒരു ദിവസം ഇരുന്ന് നോക്കില്ലെങ്കിൽ തലയ്ക്ക് ഒരു ബുദ്ധിഭ്രമം വന്നു, ഒരു ഇതായിട്ട് വന്നു, നമ്മളെ അത്രയും പരിരക്ഷിച്ച് നിൽക്കുമോ? കുറച്ചു കാലം നോക്കും. അത് കഴിയുമ്പോൾ ഇതവന്റെ തലയിൽ എഴുത്താണെന്ന് പറഞ്ഞ് മൂലയെ കൊണ്ടിട്ട് അടയ്ക്കും. ഇതാണ് ലോക നിയമം. ഇതൊന്നും ഖണ്ഡിച്ചിട്ടോ എന്റെ മക്കൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. സത്യമാണ്, യഥാർത്ഥത്തിലുള്ള സത്യമാണ് ഞാൻ പറയണത്. അതുകൊണ്ട് നമ്മളെന്തും വ്യക്തികളായിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ അഭിമാനിച്ച് നമ്മളായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മാത്രമേ ബാഹ്യമായിട്ട് ബഹുമാനം പ്രതീക്ഷിക്കേണ്ടി. നമ്മളെ അറിയാത്തിടത്തോളം കാലം നമുക്ക് ബാക്കിയുള്ളവരുടെ നിന്ന് ഒന്നും കിട്ടില്ല. അതേസമയം നമ്മളെ അറിഞ്ഞാലുള്ള ആ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ബഹുമാനിച്ചില്ലെങ്കിൽ പോലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. അവരെ നമുക്ക് ആ ഒരു നിസ്സാരമായിട്ട് അവരുടെ നിന്നയോ അവരുടെ ആദരവോ ഏതോ കിട്ടിക്കോട്ടെ, നമുക്ക് നിസ്സാരമായിട്ട് അതിനെ നിരാകരിക്കാൻ പറ്റും. നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റും. കാരണം അത് മാത്രമല്ല, മരണശേഷം നല്ല ഒരു ഉയർന്ന തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ കാര്യം വേറൊരാൾ നോക്കി തരില്ല. അത് ചിന്തിക്കണം. ചിലപ്പോൾ കിടക്കുമ്പോൾ ആഹാരം കൊണ്ട് തരുമായിരിക്കും, കഞ്ഞി കൊണ്ട് തരുമായിരിക്കും, ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് തരുമായിരിക്കും. അതേ അവർക്ക് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഉയർന്നു പോകണമെങ്കിൽ, നമ്മുടെ ആ ശരീരം ഇവിടെ വിട്ടു പോകുമ്പോൾ ഉയർന്ന തലത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ തന്നെ ഇന്ന് ഉണ്ടാക്കിക്കൊള്ളണം. താൻ നിരന്തരം ചെയ്ത്, ഒരു കാട്ടാള സ്ത്രീ പറഞ്ഞതാണ്, താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരൂ. അനുഭവം കർമ്മങ്ങളുടെ ഫലമാണ്. അപ്പൊ കർമ്മം ഇന്ന് അറിഞ്ഞ് സൂക്ഷിച്ച് ചെയ്യൂ. ആ കർമ്മങ്ങളുടെ ഫലം നിനക്ക് നാളെ കിട്ടും. കാരണം എന്ന് വെച്ചാൽ കർമ്മങ്ങൾക്ക് ഫലമില്ലാതെ പോവില്ല. അതാണ് പറയണത്. നല്ല ആപത്ത് കാലത്ത് തൈ 10 നട്ടാൽ സമ്പത്ത് കാലത്ത് കാപത്ത് തിന്നാം. നമ്മുടെ സമ്പത്ത് കാലം എപ്പോഴാ? നമുക്കെപ്പോഴും ഇവിടെ ആപത്തുകളാണല്ലോ ഭൂമിയിൽ. സമ്പത്ത് എന്ന് പറയുന്നത് ആ യഥാർത്ഥമായ സമ്പത്തിനെ കിട്ടുമ്പോഴാണ്. ആ സമ്പദ് സ്വരൂപിണിയായ ഐശ്വര്യ സ്വരൂപിണിയായിട്ടുള്ള ആ പാദപത്മങ്ങൾ എപ്പോഴും നമ്മൾ സ്മരിക്കുന്ന ഒരു മനസ്സിൽ സദാ സമ്പത്ത് മാത്രമേ ഉള്ളൂ. അവിടെ ആപത്തില്ല. ആപത്ത് എല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു ഹൃദയമായിരിക്കും അപ്പൊ നമ്മൾ. അപ്പൊ ഏത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ എന്താ, ആ ഒരു ദ്വാപര യുഗത്തില് മന്ദബുദ്ധികൾക്ക് വേണ്ടി വ്യാസൻ രചിച്ചതാണ് അധ്യാത്മ രാമായണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഉയർന്ന തലത്തിലുള്ള ആളുകൾ പറഞ്ഞതാണ്. അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കി പറഞ്ഞല്ല. വളരെ വിശദമായിട്ട് രാമമന്ത്രം പഠിപ്പിച്ചു തന്ന ആള് തന്നെ പറഞ്ഞാണ്. അപ്പോ 6000 ശ്ലോകങ്ങളിൽ വിശദമായിട്ട് അപ്പൊ ചോദിക്കും, ഞാൻ എന്താ അധ്യാത്മ രാമായണം വായിക്കാൻ ഞാൻ മന്ദബുദ്ധിയാണോ എന്ന്? കലിയുഗത്തിൽ വായിക്കുന്നവരെല്ലാം മന്ദബുദ്ധികൾ തന്നെയാ.
കാരണം ഇതിന്റെ തത്വം ഉൾക്കൊള്ളാതെ ഇന്ന് 25 വർഷം വായിച്ചിട്ടും ഒന്നും അറിഞ്ഞൂടാന്ന് പറയുമ്പോൾ അത് മന്ദബുദ്ധിയല്ലേ. വായിച്ചു, കുറെ നാക്കിന് കുറെ എക്സസൈസ് ഉണ്ടായി എന്നല്ലാതെ രാമായണം എന്ത് മാറ്റം വരുത്തി? ഇന്നിപ്പോ അയോധ്യയില് അവിടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ഭാരതത്തിൽ എത്ര പേരുണ്ട്? അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അയോധ്യയുടെ പ്രാധാന്യം എത്ര പേർ ഉൾക്കൊണ്ടു? അത് ഉൾക്കൊള്ളണമെങ്കിൽ രാമന്റെ പ്രാധാന്യം അറിയണം, നമ്മുടെ മനസ്സുകൊണ്ട് നമിക്കണം. നമുക്ക് അവിടെ പോകാൻ പറ്റില്ലായിരിക്കും. അതിന് മനസ്സുകൊണ്ട് എല്ലാം നന്മ വരട്ടെ എന്ന് പറഞ്ഞ് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. അത് ഉപാസകരായിട്ടുള്ള നമ്മളെങ്കിലും ചെയ്യണം. കാരണം രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമല്ല, ഒരു തത്വമാണ്, ഒരു വ്യക്തിയല്ല അവിടെ. അപ്പോ 1800 ശ്ലോകങ്ങൾ ഇല്ലാതെ വെറും 4200 ശ്ലോകങ്ങളാണ് നമുക്ക് ഈ ആധ്യാത്മ രാമായണം തരുന്നത്. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ബ്രഹ്മനാരദ സംവാദത്തിലാണ് ഇത് കേൾക്കുന്നത്. അപ്പോ യുക്തി, അതായത് യുക്തിയിലൂടെ പോയാൽ മാത്രമേ രാമഹൃദയം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതൊന്നും അറിവല്ല. കാരണം ഇന്ദ്രിയങ്ങളെ കണ്ണ് കാണാതെ വരും, ചെവി കേൾക്കാതെ വരും, നാവിന് സംസാരിക്കാതെ വരും, ശരീരത്തിന് സ്പന്ദനങ്ങളെ അറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരും. കാരണം ശരീരം ശീത ഉഷ്ണങ്ങൾക്കും കർമ്മങ്ങൾക്കും വിധേയമാണ്, ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി പോകും. അപ്പൊ ആ ശരീരം വന്നു പോകാം. പക്ഷെ മനസ്സുകൊണ്ട് അറിഞ്ഞാൽ ഈ അറിവ് എന്താ, മനസ്സിന്റെ സംഘർഷങ്ങൾ ഇല്ലാതാക്കും. അത് മാത്രമല്ല തപസ് കൊണ്ട് ശാന്തമാകും. തപസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഈ 2 മണിക്കൂർ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുക. അതാണ് അവിടുത്തെ ആ ഒരു പ്രയോജനം കേൾവിക്കുള്ളത്. ആ ശാന്തമായി കിട്ടുന്നവരിടത്ത് മാത്രമേ അറിവുണ്ടാവുള്ളൂ. ഈ പറഞ്ഞ പാല് തൈരാക്കി തൈരിനെ ഉറയൊഴിച്ചു വെച്ച് നല്ലവണ്ണം മത്തിട്ട് കടഞ്ഞ് സംഘർഷഭരിതമായിട്ടിരിക്കുന്ന ആ ഒരു തൈരിൽ നിന്ന് എന്ത് പൊങ്ങി വരും? നല്ല വെളുത്ത നല്ല മഞ്ഞ നിറത്തിലുള്ള ആ വെണ്ണ പൊങ്ങി വരും. അതുപോലെ സംഘർഷഭരിതമായ മനസ്സ് സംഘർഷങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് എല്ലാം ഒന്ന് ശാന്തമായിട്ട് തിരമാലകൾ അടങ്ങിയ സമുദ്രം പോലെ അവിടെ എന്ത് പൊങ്ങി വരും? ഈ ആത്മതത്വം പഠിക്കുമ്പോൾ അത് നമുക്ക് ഉയർന്നു വരും. അപ്പോഴേ നമുക്കത് സംഘർഷഭരിതമായ മനസ്സിൽ ഒരിക്കലും ആത്മതത്വം അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹൃദയത്തിനുള്ളിൽ നടക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. അത് പറയാൻ പറ്റില്ല നമുക്ക്, നമ്മൾ അനുഭവിക്കുന്നതാണ്. ഒരു ശാന്തമായ സമുദ്രത്തിൽ പോകുന്ന ഒരു കപ്പല് പെട്ടെന്ന് തിരമാലകളിൽ ആടി ഉലഞ്ഞാൽ വെളിയിൽ നിൽക്കുന്ന ആളുകൾക്ക് കപ്പൽ ഉലയുന്ന കാണാം. അതിനകത്ത് ഇരിക്കുന്ന മനസ്സിന്റെ പരിഭ്രാന്തി അവർക്ക് മാത്രമേ അറിയാവൂ. ഒരു പ്ലെയിൻ ആവട്ടെ എന്തും അത് മരണവെപ്രാളെന്ന് പറയും ഇല്ലേ, നമ്മുടെ ജീവനെ രക്ഷിക്കാനുള്ള വെപ്രാളം. അതുപോലെയാണ് നമ്മൾ പലപ്പോഴും ഈ സുഖദുഃഖങ്ങൾ നമ്മുടെ മനസ്സിനെ സംഘർഷഭരിതമാക്കും. അതെല്ലാം ഒന്ന് അടങ്ങിയിട്ട് ഈ കോൺസെൻട്രേഷൻ കൊണ്ട് ഈ കുറഞ്ഞ ആധ്യാത്മിക സത്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സ് കുറച്ചൊന്ന് ശാന്തമാകും. അവിടെ എന്ത് വരും? ആ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ്, ഈ തപസ്സിലൂടെ നമുക്ക് ആത്മതത്വത്തെ അറിയാൻ പറ്റും. ഇതാണ് എക്സ്പീരിയൻസ്ഡ് ട്രൂത്ത്. ജ്ഞാനത്തെ വിജ്ഞാന സഹിതം, ജ്ഞാനം വിജ്ഞാനമാവുന്നത് ഇങ്ങനെയാണ്. വിജ്ഞാനമയ കോശം കടന്ന് മാത്രമേ നമുക്ക് ആനന്ദമയ കോശമായിരിക്കുന്ന ആ ദേവിയുടെ ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ആധ്യാത്മിക രാമായണം എന്നത് നൈമിഷികാരണ്യത്തില് നമ്മൾ നൈമിഷികാരണ്യം വളരെ വിശദമായിട്ട് കണ്ടു. അവിടെ സൂതൻ ഋഷിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ എവിടെയാണ് ഇത് നടന്നത്? ബ്രഹ്മാവിന്റെ അടുത്ത് നാരദൻ പോയി ചോദിച്ചപ്പോ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു കൊടുക്കുന്നു, നാരദൻ ഈ പറഞ്ഞ സൂതന് പറഞ്ഞു കൊടുക്കുന്നു, സൂതൻ ഋഷിമാർക്ക് പറഞ്ഞു ഉപദേശിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നാരദൻ കലിയുഗ ആരംഭത്തില്, ആ കലിയുഗം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ബ്രഹ്മദേവന്റെ സത്യലോകത്ത് ചെന്ന് ആ ഭയങ്കരമായിട്ടുള്ള കലി ആരംഭിക്കാൻ പോകുന്നു. അവിടെ സത്യത്തിനും ധർമ്മത്തിനും ഒരു വിലയുണ്ടാകില്ല. അങ്ങനെ കലിബാധയിൽ ദുഃഖിക്കുന്ന മനുഷ്യരെ എങ്ങനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് ആ ഒരു ഇല്ലെങ്കിൽ സത്യം എന്നത് ഈ കലിയുഗക്കാർക്കും അന്യമായി തീരും. അവർക്ക് സത്യമേ അറിയില്ലാതായി തീരും. കാരണം സത്യമില്ല അവിടെ. അപ്പൊ പിന്നെ എങ്ങനെ സത്യം എങ്ങനെ പറഞ്ഞു കൊടുക്കും അവർക്ക്? അതുകൊണ്ട് അല്ലയോ ബ്രഹ്മദേവന്റെ പുത്രനാണ് നാരദൻ. അപ്പൊ നാരദൻ പറയുന്നു ഈ കലിയുഗത്തില് അവരെ രക്ഷിച്ചേ പറ്റൂ. കാരണം ഒരാവശ്യമില്ലെങ്കിൽ പോലും കള്ളം പറയാനുള്ള പ്രവണത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോ സത്യം എന്ന സത്ത് വസ്തു, ആ സത്തിനെ ഉണ്മ മനുഷ്യർക്ക് ഒരിക്കലും ഉണരാൻ പറ്റില്ല. അതിനൊരു പ്രതിവിധിയായിട്ട് 4 വേദങ്ങളായിട്ടിരിക്കുന്ന ആ അറിവിന്റെ മൂർത്തിമത് ഭാവമായ ബ്രഹ്മാവിനോടാണ് ഇത് ചോദിക്കുന്നത്. ഭൂത വർത്തമാന ഭാവികളെല്ലാം ബ്രഹ്മാവിനറിയാം. അപ്പൊ ബ്രഹ്മാവിനോട് പറയുന്നു സരസ്വതി ദേവിയുടെ സാന്നിധ്യത്തിൽ ഇത് ചോദിക്കുകയാണ്. ഒരു പ്രത്യേകമായിട്ട് അത് ഒരു രസായനം കഴിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സത്യത്തെ ഉണർന്ന് മോക്ഷപ്രാപ്തിയുള്ളൂ. എന്താണ് രസായനം? രസായനം എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കൾ ചേർത്ത് കുറുക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്.
അദ്ദേഹം പറയുന്നു 6 കാര്യങ്ങൾ ചേർന്നാണ് രസായനം ഉണ്ടാകുന്നത്. എന്താണ് 6 കാര്യങ്ങള്? ഇതെല്ലാം തന്നെ രാമഹൃദയ മന്ത്രത്തിന്റെ ആ ഒരു ആമുഖത്തിൽ പറഞ്ഞു പോകണാണ്. ഇത് വെറുതെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷമാണ്, വളരെ ചുരുക്കിയാണ് ഈ പറഞ്ഞ രാമഹൃദയം പറയണം. ബിക്കോസ് അതിനുള്ള മനസ്സ് സജ്ജപ്പെടുത്തിയതിന് ശേഷം മാത്രമേ രാമഹൃദയം പറയാവൂ എന്ന് രാമൻ തന്നെ പറയുക. ഇനി സീതയെ കൊണ്ട് പറയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് രാമൻ, ലാസ്റ്റിലാണ് രാമൻ തന്റെ ഹൃദയമന്ത്രമായിട്ടുള്ള 3 വരികള് ആഞ്ജനേയന് ഉപദേശിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായാലേ ഇതിലൂടെ മാത്രമേ നമുക്ക് രാമഹൃദയത്തിൽ എത്താൻ പറ്റൂ. അതുകൊണ്ടാണ് അത് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. കാരണം ഈ രസായനം കഴിക്കണം, പൂർണ്ണ ആരോഗ്യവാനായിട്ട് രമിക്കാം, രമിച്ച് ജീവിച്ച് സന്തോഷമായിട്ട് രമിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ചെയ്തതിനു ശേഷം മരിക്കുന്ന സമയം എത്തുമ്പോൾ ഈ രസായനം കഴിച്ചാൽ എവിടെ കൈവല്യ പ്രാപ്തി കിട്ടും. അപ്പൊ എന്താണ് ആ രസായനം? 1 സത്യവാദിനഹ, 2 അക്രോധഃ, ക്രോധമില്ലാതിരിക്കുക, 3 ബ്രഹ്മവത് പ്രവണേന്ദ്രിയ, ഏത് കർമ്മം ചെയ്താലും അത് അറിഞ്ഞു ചെയ്യുക, അറിയാതെ ചെയ്യരുത്. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. എനിക്ക് അറിയില്ലായിരുന്നു, അറിഞ്ഞിട്ടേ ചെയ്യാവൂ, അല്ലാത്തത് ചെയ്യാതിരിക്കരുത്. എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു മനസ്സിന്റെ അത് വിട്ടുകളയുക. ആര് പറഞ്ഞാലും ആലോചിച്ചേ ചെയ്യാവൂ. 4-മത്തത് ശാന്തനായിട്ടിരിക്കുക, എപ്പോഴും അക്ഷോഭ്യനായിട്ടിരിക്കുക. രാമനെ നോക്കൂ, രാജ്യം എടുത്തു കളഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തല്ലേ? നമ്മുടെ ഒരു മകനോ സഹോദരനോ ഒക്കെ ആണെങ്കിൽ എന്താ, രാജ്യം പോയി എന്നറിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിൽക്കുന്ന എല്ലാരെയും വെട്ടിക്കൊല്ലും. അച്ഛനെ ആദ്യം കൊല്ലും, സഹോദരന്മാരെ ആദ്യം കൊല്ലും, എന്നിട്ട് എല്ലാരെയും പിടിച്ചു തള്ളിയിട്ട് സിംഹാസനത്തിൽ കയറിയിരിക്കും. രാമനോ അക്ഷോഭ്യനായിട്ട് ശാന്തനായിട്ട് ഇരിക്കുക. ഈ കാണുന്നതൊന്നും സത്യമല്ല. അപ്പൊ അത് ഉൾക്കൊള്ളണം നമ്മള്. 5-മത്തത് സദ്വൃത്തനായിട്ടിരിക്കുക. സദ്വൃത്തികള് എന്താണ്? സദ്വൃത്തി ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുള്ള സദ്വൃത്തികള്. സത്ത് എന്ന് പറഞ്ഞാൽ ആ ഉണ്മയിലേക്ക്, എക്സിസ്റ്റൻസിലേക്ക് പോവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന പ്രവൃത്തികള്. 1 സദ്വൃത്തി ബാഹ്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല സത്സംഗങ്ങളിൽ ഏർപ്പെടുക. സദ്വൃത്തി ഉള്ളിലെന്ന് പറഞ്ഞാൽ ആ നാമങ്ങള്, മന്ത്രജപങ്ങള്. ഇത് രണ്ടും നമ്മുടെ മനസ്സിനെ ബാഹ്യമായിട്ടും സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും നമ്മളെ സത്തില് കൊണ്ടെത്തിക്കും. അപ്പോ സദ്വൃത്ത നിരതനായിരിക്കുക. 6 വിദ്യാത്, അതായത് വിദ്യ, അതായത് ആ ആത്മവിദ്യ, അതിലേക്കുള്ള ആ ഒരു പ്രയാണം ആരംഭിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വൃത്തികള്, ചിന്തകള്, അതാണ് നമ്മുടെ ലോകം. നമുക്ക് നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ എപ്പോഴും ലോകം എന്ന് പറയുമ്പോൾ ഒരു പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആൾക്കാരെയാ കാണുന്നത്. അപ്പോ നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ വൃത്തികളാണ്. നമ്മുടെ മനസ്സ് എവിടേക്ക് വ്യാപരിക്കുന്നു, നമ്മുടെ മനസ്സ് എവിടെയൊക്കെ ചെന്ന് നിൽക്കുന്നു, അതാണ് നമ്മുടെ ലോകം. ലോകം എന്ന് പറഞ്ഞത് സ്ഥൂലമായിട്ട് പറയുകയാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ എന്ന് പറയാം. പക്ഷെ നമ്മുടെ ലോകം, എന്റെ ലോകം എന്ന് പറയുന്നത് എന്റെ ഭർത്താവ്, എന്റെ മക്കള്, എന്റെ കുടുംബം, ഞാൻ ഇടപെടുന്ന ആളുകള്. അല്ലാതെ ലോകത്തെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഒരു മനുഷ്യനും സാധ്യമല്ല. അപ്പോ അവരവരുടെ ലോകം എന്ന് പറയുന്നത് എവിടെ ഒതുങ്ങി നിൽക്കുന്നു? അവരവരുടെ ചിന്തകള്, അവരവരുടെ വൃത്തികള്, ചിന്തയ്ക്കനുസരിച്ചുള്ള പ്രവർത്തികൾ, ഇതാണ് നമ്മുടെ ലോകം. അപ്പോ സദ്വൃത്തികളാണ് നമ്മുടെ ഉള്ളില്. ഇപ്പൊ നല്ല ആളുകളുമായിട്ട് ചേരുമ്പോൾ നമുക്ക് സദ്വൃത്തികൾ ഉണ്ടാവുന്നു, ചീത്ത ആളുകളുമായിട്ട് ചേരുമ്പോൾ ചീത്ത വൃത്തികൾ ഉണ്ടാവുന്നു. എവിടെയാണോ മനസ്സ് ഏതുമായിട്ട് ചേരുന്നോ, ഈ പറഞ്ഞ ഈച്ചയെ പോലെയാണ്. നല്ലത് ചെന്നിരുന്നാൽ നല്ലത് കിട്ടുന്നു, ചീത്തയെ ചെന്നിരിക്കുമ്പോൾ ചീത്ത കിട്ടുന്നു. അതുപോലെ നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവ മണ്ഡലമാണ്. അപ്പൊ നമ്മുടെ നല്ല ചിന്തകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ലോകം ഉത്തമമാവും. ഞാനും എൻ്റെ ലോകം എന്ന് പറയുന്നത് ഞാന്, എൻ്റെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം ചേർന്നതാണ്. ഇതാണ് എന്റേത്. ഈ ഞാനാണ് ഒറ്റയ്ക്ക് പോകുന്നത്. ഈ ഞാനാണ് പലതിലോടും ചേരുന്നത്. ഈ ഞാനിനെയാണ് നമ്മൾ എന്റേത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഞാനെന്ന് പറയുന്നത് വ്യക്തി ഒന്നല്ല. ഇതിനകത്ത് സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്, കാരണമുണ്ട്. കാണപ്പെടുന്ന ഒരു ശരീരമുണ്ട്, കാണപ്പെടാത്ത ഒരു ശരീരവുമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്താ? ഞാൻ എന്ന് പറയുന്ന എന്റെ ലോകം. അപ്പൊ എന്റെ വൃത്തികളിൽ ഉദയം ചെയ്യുന്ന ബോധം. അപ്പൊ ഈ ബോധം എന്ന് പറയുന്ന ആ സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന, സാക്ഷിയുമല്ല എന്നിപ്പൊ നമ്മൾ കാണും, ആ ബോധം എന്ന് പറയുന്ന എന്താ? നമ്മുടെ ബാഹ്യ പ്രപഞ്ചത്തെ കണ്ടറിഞ്ഞിട്ട് അതിലുണ്ടാകുന്ന രാഗദ്വേഷാദി വികാരങ്ങളെയാണ് നമ്മൾ ഈ സ്ഥൂല ശരീരത്തിലൂടെ എടുത്തിട്ട് എന്താ പറയാ, അകത്ത് കൊണ്ടുവന്ന് നമ്മുടെ വൃത്തികളാക്കി തീർക്കുന്നത്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ബോധം, നമ്മുടെ ഉള്ളില് സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന ബോധം, അതിന്റെ പ്രവൃത്തി, കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താന്, ആ താൻ,
അതായത് ആ താനെന്ന് പറയുന്ന ജീവാത്മാവ് എന്ന് പറയുന്ന ജീവാത്മാവ് പരമാത്മാവിന്റെ സ്വരൂപം തന്നെയാണ്. അതാണ് രണ്ട് പക്ഷികൾ എന്ന് പറഞ്ഞത്. ആ രണ്ട് പക്ഷികൾ ഒരേ പക്ഷി തന്നെയാണ്. ആ പക്ഷിക്ക് നിറം കുറഞ്ഞിരിക്കാൻ കാരണം നമ്മൾ ഈ പറഞ്ഞ സുഖദുഃഖങ്ങളാകുന്ന രാഗദ്വേഷങ്ങളാകുന്ന പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആ ഏകമായ വൃക്ഷം, ഏകമായ ശരീരത്തില് മുകളിലിരിക്കുന്ന സ്വർണപക്ഷി, ആ സ്വർണപക്ഷി അതുപോലെ ആ സ്വർണപക്ഷി ഉണ്ടെങ്കിലേ ഈ താഴത്തെ പക്ഷിക്ക് നിലനിൽപ്പുള്ളൂ. ഈ പരമാത്മാവ് ഉണ്ടെങ്കിലേ പരമാത്മ ചൈതന്യത്തിന്റെ ഉൾക്കൊണ്ടിരിക്കുന്ന ജീവാത്മാവുള്ളൂ. അപ്പൊ പരമാത്മാവ് അതുകൊണ്ട് ശാശ്വതമാണ്, നിത്യമാണ്, അതിനെ കീറി മുറിക്കാൻ പറ്റില്ല, അതെന്നും ഉള്ളതാണ്. ഇതോ വന്നു പോകുന്നതാണ്. ഈ പക്ഷിക്ക് ജനന മരണങ്ങളുണ്ട്. കൊച്ചു കൊമ്പിൽ ചാടുന്നു, മുകളിലോട്ട് ചാടുന്നു, പക്ഷെ പഴങ്ങൾ കഴിക്കുന്നു, പിന്നെ സന്തോഷിക്കുന്നു, സുഖദുഃഖങ്ങൾ. അപ്പൊ ഈ പക്ഷി എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ആ ഒരു സുവർണ പക്ഷിയെ നോക്കണം. ഈ നോക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥ സത്യത്തെ അറിയാൻ പറ്റൂ. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ അകത്ത് കൊണ്ടുവരും. എന്താണ് കൊണ്ടുവരുന്നത്? നല്ലത് മാത്രമല്ല, രാഗദ്വേഷങ്ങൾ, ദേഷ്യം, അസൂയ, വെറുപ്പ്, കമ്പാരിസൺ, ഇതെല്ലാം കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യണം? അത് ഈ സ്ഥൂല ശരീരത്തില് ഈ ശരീരം ഉണ്ടെങ്കിലേ ഇത് കൊണ്ടുവന്ന് അവിടെ ഒരു പ്രവർത്തിക്കാൻ, നമുക്കൊരു അടുക്കള ഉണ്ടെങ്കിൽ, പാത്രം ഉണ്ടെങ്കിലല്ലേ എല്ലാം ഇട്ട് വേവിക്കാൻ പറ്റും. അതുപോലെ മനസ്സെന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചു പേരോട് ദേഷ്യം, കുറച്ചു പേരോട് സ്നേഹം, കുറച്ചു പേരോട് അറ്റാച്ച്മെന്റ്, പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഈ പറഞ്ഞ മോളിലിരിക്കണം പക്ഷേ നമ്മൾ കാണണമില്ല. പക്ഷെ ദുഃഖം വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് എനിക്ക് ദുഃഖം വന്നു, ഭയം വന്നു എന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു ഈശ്വരനുണ്ട്. അപ്പോൾ ഈശ്വരാന്ന് മോളിലോട്ട് നോക്കി വിളിക്കുന്നു. ഈ പക്ഷിയാണ് മോളിലിരിക്കുന്നത്, നമ്മുടെ സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്നത്. ആ പക്ഷിയെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. വിഷമം വന്നപ്പോൾ വിളിക്കുന്നു ഈശ്വരാന്ന്. അപ്പൊ ചെറിയൊരു മാറ്റം, ഈശ്വരാന്ന് ഞാൻ വിളിച്ചു. ഈ ഈശ്വരൻ എവിടെയാണ്? അവിടെ നിന്നാണ് തുടക്കം. അപ്പോ ഈ പറഞ്ഞ നമ്മുടെ മനസ്സാണ് ഈ പറഞ്ഞതെല്ലാം, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന 5 കുതിരകളെ പലയിടത്ത് സഞ്ചരിച്ച് കൊണ്ടുവരുന്ന കർമ്മങ്ങളെ അകത്തേക്ക് എടുക്കുന്നത്. അപ്പൊ ചിത്തത്തില്, നമ്മുടെ മനസ്സിൽ 4 ഭാഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതിന് 4ാമത്തെ അറ, ആ മനസ്സ്, ബുദ്ധി, ചിത്തം. ആ 3ാമത്തെ അറയിലെ കർമ്മ മുദ്രകൾ പതിപ്പിക്കുന്നത് എന്താണ്? ഈ വികാരങ്ങളാണ്, ഈ വിക്ഷോഭങ്ങളാണ്. നമ്മൾ കൊണ്ടുവരുന്ന കർമ്മങ്ങളുടെ ആ ഒരു ഫുട് പ്രിന്റ്സ്. നമ്മളൊരു മണ്ണിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ പതിച്ചതുപോലെ, പതിഞ്ഞു കിടക്കുന്ന പോലെ ഈ കർമ്മങ്ങളെല്ലാം തന്നെ നമ്മുടെ ചിത്തത്തിനകത്ത് പതിഞ്ഞു കിടക്കും. കാരണം നീ ചെയ്ത കർമ്മങ്ങള് നിനക്കതിന് ഫലം തരും. അപ്പൊ നല്ലത് ചെയ്താലോ, ഈ പറഞ്ഞ ഫുട് പ്രിന്റ്സ്, അതീവ മനോഹരമായിട്ടുള്ള കാലടി, അതിൽ ഈശ്വരന്റെ കാൽപാദങ്ങൾ, ഈശ്വരന്റെ മുഖമുദ്ര, ഈശ്വരന്റെ കയ്യൊപ്പ് അവിടെ നമ്മൾ കാണും, നമ്മളെ താങ്ങി നിർക്കുന്നത്. അത് ചീത്തയായിട്ടുള്ള കറുത്ത പാദങ്ങളാണെങ്കിലോ അതിൽ നമ്മുടെ കർമ്മത്തിന്റെ ദോഷവശങ്ങളെ നമ്മൾ എടുത്തു കാണിക്കും. ആ ദോഷവശങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് ആ മനസ്സിനെ മറ്റിടത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മനസ്സിനൊരു ടെൻഡൻസി ഉണ്ട് എപ്പോഴും മോശമായിട്ടൊരു സ്ഥലത്തേക്ക് പോകും. അതിനെ പിടിച്ചു വലിച്ചു വേണം നമ്മൾ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ. ആ പിടിച്ചു വലിക്കാതെ സ്വന്തമായിട്ട് സ്നേഹത്തോടെ വന്നിരിക്കുന്നതാണ് സാധന. അല്ലെങ്കിൽ ഒരാൾക്ക് സാധനാ മാർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഇത് കണ്ട് 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 മതിയായി, എനിക്ക് ജീവിതത്തിൽ ഇതൊരു വിരക്തി വന്ന മനസ്സ് യഥാർത്ഥത്തിൽ പറന്നു വന്നിരിക്കും. എവിടെ? സാധനയിൽ. അതാണ് സത്ചിന്തകള്. അവിടെ നമുക്ക് ഈശ്വരനെ കുറിച്ചുള്ള ചിന്തകൾ വരും, ഈശ്വരൻ അഭിമുഖമായിട്ടുള്ള പ്രവർത്തികൾ വരും, നല്ല കർമ്മങ്ങൾ വരും. അപ്പൊ നമ്മുടെ മനസ്സ് ഉയരും. അങ്ങനെ നല്ല ചിന്തകൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ആ നല്ല പ്രവർത്തിക്കാൻ പറ്റൂ. ചിന്തകൾ പോലും സത്ചിന്തകളായിട്ട് മാറണം. അവിടെ മാത്രമേ ഐശ്വര്യപൂർണമായിട്ടിരിക്കുള്ളൂ. ഐശ്വര്യപൂർണമായിട്ടിരിക്കുന്ന ഭഗവതിയെ ചിന്തിക്കുമ്പോൾ നമുക്കും ഐശ്വര്യം ഉണ്ടാവും. അവര് ചെയ്യുന്നത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ അടുത്ത് കമ്പയർ ചെയ്യാതെ അവരങ്ങനെ ചെയ്തു, അതെന്താ അവർക്ക് ബാധിക്കില്ല, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഒരു കമ്പാരിസണും ഇല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ ഞാനാണ് നിർവചിക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ളവരല്ല. നമ്മളിപ്പോ എല്ലാ ഡിസിഷൻ പവറും ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുത്തിരിക്കുക. അവര് പറയുന്നു ഇങ്ങനെ, ഇവര് പറയുന്നു ഇങ്ങനെ, നിങ്ങൾ താഴെയാണ്, നിങ്ങൾ മേളിലാണ്, നിങ്ങൾ കാണാൻ കൊള്ളില്ല, നിങ്ങൾ വെറുത്തതാണ്, കറുത്തതാണ്, നിങ്ങൾക്ക് ധനമില്ല, നിങ്ങളുടെ സ്വഭാവം ഭയങ്കര മോശമാണ്. ഉടനെ ഡിപ്രസ്ഡ് ആയി, ഉടനെ മനസ്സ് തളർന്നു, ഉടനെ എന്താ പറയാ, അത് സ്ഥൂല ശരീരത്തിന് നമുക്ക് അനാരോഗ്യം കൊണ്ട് കൊടുക്കും. ഈ മനസ്സാണ് ഈ ശരീരത്തെ കൊണ്ട് നടക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് മഹാഭയത്തെ ഉണ്ടാക്കുന്നത്. ശരീരം വിട്ടുപോകുമോ, നീ ഒരു ജ്യോത്സ്യം പറഞ്ഞു നീ കുറച്ചു നാളെ ജീവിച്ചിരിക്കുള്ളൂ. ആയിക്കോട്ടെ, 2 ദിവസം ആയിക്കോട്ടെ, നമ്മൾ പെർമനന്റ് ആണോ ഇവിടെ? എത്ര ദിവസം ആയിക്കോട്ടെ, നാളെങ്കിൽ നാളെ, ഇന്ന് രാത്രിയെങ്കിൽ ഇന്ന് രാത്രി. ആ ഒരു മനസ്സിന് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റണം, നാഴികയാണെങ്കിലും. യമഭയത്തെ, യമൻ വരും, യമിക്കണം, യാമങ്ങളെ എണ്ണണം. ഓരോ യാമങ്ങളും യമനെ പേടിച്ച് അല്ല ഇരിക്കേണ്ടത്, യമനെ കാത്തിരിക്കണം നമ്മള്. കാരണം നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു യാത്രക്കാണ്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മരിപ്പച്ചയിൽ ഈ ഭൂമിയിൽ ഒന്ന് യാത്ര ചെയ്തിരിക്കുന്നതാണ് നമ്മള്. നമ്മുടെ യാത്ര എന്താ? ഊർധ്വലോകങ്ങളിൽ. അവിടുന്ന് ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട്
വന്ന് ഭൂമിയിൽ കുറച്ചു നാൾ ഇരിക്കുക. ഇനി നമുക്ക് പോണ്ടേ, ഇവിടെ പെർമനന്റ് അല്ല. നമ്മൾ വിചാരിച്ചാൽ പോലും പെർമനന്റ് അല്ലാത്ത കാര്യത്തിൽ ഓർത്ത് ദുഃഖിക്കരുത്, പോണം. അപ്പൊ എന്ത് ചെയ്യണം? അസത്യമായിട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ തള്ളാൻ പഠിക്കണം. അത് മനസ്സിന് ഉറപ്പ് വേണം. മനസ്സിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവരുടെ നാവില് നമ്മുടെ മനസ്സിനെ കൊണ്ട് വെച്ചു കൊടുക്കുന്നത്. എന്തിനാ അവര് പറയുന്നത് ഇവര് പറയുന്നത് ശ്രദ്ധിക്കുന്നത്? അവര് നമ്മളെ താഴ്ത്താൻ ശ്രമിച്ചു, അവര് നമ്മളെ ഭയപ്പെടുത്തി, അവര് നമ്മുടെ കഴുത്തിന് പിടിക്കുക. എന്താ ഇത്? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം, എന്തിനാണ് അതിന് നിന്നു കൊടുക്കുന്നത്? കാരണം മനസ്സിന് ബലമില്ല. അതുകൊണ്ട് തന്നെ ഈ ബലത്തിൽ വരേണ്ട കാര്യം എന്താ? ബലത്തിൽ കൊണ്ടുവന്ന് കെട്ടുന്നില്ല മനസ്സിനെ. ഈ ജഗത്തിനെ താങ്ങുന്ന പരമശക്തിയിൽ മനസ്സിനെ കൊണ്ടുവന്ന് വെക്കുന്നില്ല. അവിടെ കെട്ടി നോക്കൂ, ഒരു മാസം അവിടെ കെട്ടിയാൽ മതി, മനസ്സ് നല്ല ബലം വരും, പറയുന്നവരോട് തിരിച്ചു പറയാനുള്ള നല്ല ചങ്കൂറ്റം ഉണ്ടാവും. അത് വേണം. ഇല്ലെങ്കിൽ ഈ ജീവിതത്തില് പരാജയപ്പെട്ട് ഭീതിയോടെ ഒളിച്ച് ജീവിച്ച് എങ്ങനെയൊക്കെയോ മരിച്ചു പോകണം. ഈ ജന്മം ഇനി കിട്ടുന്നതിന് ഓരോ ഉറപ്പുമില്ല. എപ്പോ കിട്ടും, എങ്ങനെ കിട്ടും, മനുഷ്യജന്മമായിരിക്കുമോ അറിയില്ല. ഈ കിട്ടിയ ജന്മം എന്തുകൊണ്ട് നന്നായിട്ട് ഉപയോഗിച്ചുകൂടെ നമുക്ക്? അത് നന്നായിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ ഈ സാധനാ തലത്തിൽ ഇതിനെയൊക്കെ അറിയുന്നത്. അപ്പോ അസത്യം പറയുന്ന ഒരു ലോകം നമ്മുടെ ഈ ചുറ്റുമുണ്ട്. അധർമ്മ പ്രവൃത്തികൾ ചെയ്യുന്ന ലോകമാണ് നമുക്ക് ചുറ്റും. മഹാഭയം ഉളവാക്കുന്ന ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ നിന്ന് നമ്മൾ എന്ത് വേണം? പരദൂഷണം, പരദ്രവ്യം, പരസ്ത്രീ ആഗ്രഹം, അന്യരെ ഉപദ്രവിക്കാൻ താല്പര്യം, ഇതെല്ലാം തന്നെ എന്താ പറയാ, ആ ഒരു ത്വേത ദ്വാപര യുഗത്തിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് കലിയുഗത്തില് മനുഷ്യന്റെ മനസ്സിനെ വളരെയധികം ബാധിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടത്തെ യുഗങ്ങളിൽ മനഃശക്തി ഉണ്ടായിരുന്നു. കാരണം യാഗഹോമാദികള് തപസ്സുണ്ടായിരുന്നു. ഇവിടെ തപസ്സില്ല എന്ന് മാത്രമല്ല, സത്യവും ഇല്ല. പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവനും അസത്യമായിട്ടുള്ളത്, അപവാദങ്ങൾ, അങ്ങനെ ഇങ്ങനെ. ഇന്ന് ലോകം എന്താ? ഒരു മീഡിയയാണ്. ഇന്ന് നമ്മുടെ അറിയാം, TV വെച്ച് കഴിഞ്ഞാൽ മീഡിയ എന്ന് പറയുന്നത് മുഴുവനും കള്ളമാണ്. വളരെ കുറഞ്ഞ് ഒരു ശകലം സത്യത്തിൽ ഒരുപാട് ആളുകളെ ആകർഷിക്കാനും പണം ഉണ്ടാക്കാനും വേണ്ടി ഒരുപാട് കഥകൾ ചേർത്ത് പല പല ചാനലുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ അവര് ഉണ്ടാക്കിയെടുക്കുന്ന അവരുടെ പ്രസിദ്ധി. അതാണ് നമ്മുടെ മനസ്സിനെ അവിടെ കൊണ്ട് വെച്ചു കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ കാണാൻ പോകുന്നത് നമ്മൾ എന്താ കാണേണ്ടത്? അകക്കണ്ണുകൊണ്ട് കണ്ടിട്ട് രാമായണം പോലെയുള്ള ഒരു ആത്മീയ എഴുതിയ ആ മഹാശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ എന്താ, ഈ പറയുന്ന സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം, സത്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇതെല്ലാം സത്യമാണെന്ന് രാമായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ കണ്ട കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ പച്ചയായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്ത് ജീവിച്ചിരിക്കുകയാണ്, ഇല്ലേ? വളരെ ചുരുക്കം നല്ല കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോ എവിടെ സ്നേഹത്തെ വെറുക്കുന്നു, അവിടെ സ്നേഹമില്ലായ്മയാണ് നമ്മൾ കാണുന്നത്. എവിടെയാണോ സ്നേഹത്തോടെ പെരുമാറാൻ നമുക്ക് പറ്റില്ലെങ്കിൽ അവിടെ എന്താ? നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല. അവരെന്തോ കാണിക്കട്ടെ, നമുക്ക് അവരോട് സ്നേഹമായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടോ? കാരണം നമുക്ക് സാധകന് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ദുഷ്പ്രവണതകളിലേക്ക്, നമ്മുടെ മനസ്സിനെ താക്കുന്നവരുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് വിച്ഛേദിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. നമ്മുടെ മനസ്സ് നമുക്കൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഇമേജ് തരികയാണ്, നിങ്ങൾ അവരുമായിട്ട് കൂടൂ, സമൂഹം എന്നെ വില വയ്ക്കും. ഇല്ല, എന്നെ തന്നെ നമ്മൾ താഴ്ത്താണ്. ഞാനെന്നുള്ള വ്യക്തിത്വം ഈ പറഞ്ഞ ആ ഒരു മോശമായിട്ടുള്ള സങ്കല്പത്തിൽ മുങ്ങിപ്പോവും. പിന്നെ നമുക്ക് അതിൽ നിന്ന് കയറി വരാൻ പറ്റില്ല. ഒരിക്കലും അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ കൂട്ടുചേരരുത്. അപ്പൊ എന്താ? സ്നേഹത്തോടെ പെരുമാറുന്നവര് എന്താ പറയാ, ഊർധ്വഗതിക്ക്, പരലോക പ്രാപ്തിക്ക് വേണ്ടി ഊർധ്വഗതിയെ പ്രാപിക്കാൻ തപസ് എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും തന്റെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്ന് സത്പ്രവർത്തികൾ ചെയ്യുന്നവരുമായിട്ട് നമ്മൾ സമീപിക്കണം, അവരുമായിട്ട് യോഗം ചെയ്യണം. ഭൗതിക നേട്ടങ്ങളെല്ലാം തന്നെ എന്താ? ആ ഭൗതിക നേട്ടങ്ങൾ നമ്മളെ താഴോട്ട് കൊണ്ടുപോവേ ഉള്ളൂ. ഇവിടെ എന്ത് കിട്ടിയാലും നമ്മുടെ ജീവിതത്തിന് മുകളിലോട്ടുള്ള ഉയർച്ചയില്ല. ഭൗതിക നേട്ടം ഭൗതികമായിട്ട് ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. എല്ലാം കിട്ടുന്ന ഡിഗ്രികളും, യൂണിവേഴ്സിറ്റി ഡിഗ്രികളും, പൊന്നാടകളും, പട്ടുടുപ്പുകളും, എന്ത് താമ്രപത്രങ്ങളും എല്ലാം തന്നെ ഈ ശരീരം പോകുമ്പോൾ ശരീരത്തിന് കിട്ടുന്നതാണ്. മനസ്സ് അവിടെ താഴെയാണെങ്കിൽ, ഈ സത്യത്തെ അറിയാതെയാണ് ഇതെല്ലാം കിട്ടുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഇതെല്ലാം തീരും. കിട്ടിയതാണ്. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞ് പേപ്പറിൽ എന്താ പറയാ, പത്മഭൂഷൺ കിട്ടിയ വ്യക്തിയാണ്. ആ പത്മഭൂഷൺ കിട്ടിയ വ്യക്തി ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരകത്തിലാണ്. ആ നരകത്തിലാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തിക്ക് എന്ത് പ്രയോജനം? നമ്മുടെ ശരീരം പോയപ്പോ അതെല്ലാം നഷ്ടപ്പെട്ടു. അതേസമയം ആ വ്യക്തി മനസ്സുകൊണ്ട് ഉയർന്ന് തനിക്ക് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഭൗതിക നേട്ടങ്ങളെല്ലാം തന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു നമ്മുടെ താഴോട്ടുള്ള ഗതിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ജ്ഞാനമില്ലെങ്കിൽ കലിയുഗ മനുഷ്യന്റെ എല്ലാം തന്നെ ഭൗതികതയില് നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും അത്
ഇടയാക്കരുത്. സ്വച്ഛന്തമായ മനസ്സ് വേണമെങ്കിൽ ധർമ്മം, സത്യം ഇവ അനുഷ്ഠിക്കണം. എല്ലാം തന്നെ കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഇന്ന് അപ്രാപ്യമായിട്ട്, അന്യമായിട്ട് തീർന്നിരിക്കുകയാണ്. അവരെ രക്ഷിക്കാനുള്ള മാർഗം അല്ലയോ ബ്രഹ്മദേവ അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് നാരദൻ അപേക്ഷിക്കുകയാണ്. ഇതെല്ലാം തന്നെ രാമഹൃദയത്തിന്റെ മുന്നോടിയായിട്ട് രാമായണത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഇതാണ് രാമഹൃദയ മന്ത്രം വരാൻ കാരണമായത്. രാമഹൃദയ മന്ത്രം രാമൻ ആഞ്ജനേയന് ഉപദേശിക്കാൻ തന്നെ കാരണം ഈ ഒരു ദുഃഖങ്ങൾ കേട്ടിട്ടാണ്. അപ്പോ ബ്രഹ്മദേവൻ നാരദനോട് പറയുന്നു, ദേവി പാർവതി പണ്ട് ഈ ചോദ്യം തന്റെ ഭർത്താവായിട്ടിരിക്കുന്ന പരമേശ്വരനോട് ചോദിച്ചിട്ടുണ്ടെന്നും കൈലാസത്തിൽ വെച്ച് അപ്പോൾ പരമേശ്വരൻ അത് മുഴുവൻ അറിയാം, പാർവതിക്ക് പകുതി അറിയാം. എന്നാൽ അതിന്റെ പകുതി ആർക്കറിയാം? ആഞ്ജനേയൻ അറിയാം. അത് എന്താ പറയാ, ആ ആഞ്ജനേയൻ പക്ഷെ പറയില്ല, അദ്ദേഹത്തിന്റെ ഉള്ളില് രാമൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പകുതിയുടെ പകുതി ബ്രഹ്മാവിനറിയാം. ഏറ്റവും മുഴുവനും ശിവനറിയാം, പകുതി പാർവതിക്കറിയാം, അതിന്റെ പകുതി ബ്രഹ്മാവ് പറയുന്നു എനിക്കറിയാം. പക്ഷെ ആഞ്ജനേയൻ അറിയാമെങ്കിലും രാമഭക്തി കൊണ്ട് അദ്ദേഹം ലോകത്തിന് അത് വെളിപ്പെടുത്തില്ല. അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ട് മാത്രമേ അദ്ദേഹം കാണിക്കുള്ളൂ. മാത്രമല്ല ഒരു കൊരങ്ങൻ പറയുന്നു എന്ന് പറഞ്ഞ ആളുകൾ അതിനെ എടുക്കില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് പറയുന്നു ഏതാ 1/4 25% എനിക്കറിയാം, അത് ഞാൻ പറഞ്ഞു തരാം എന്നാ പറയുന്നത്. അപ്പൊ മുഴുവൻ എത്രയായിരിക്കുന്നു ചിന്തിച്ചു നോക്കൂ. അറിവ് കാലം ചെയ്യും തോറും കുറയും, അത് വർദ്ധിക്കുകയല്ല. തലമുറകൾ കടന്നു ചെല്ലുമ്പോൾ അറിവില്ലായ്മയാണ് വർദ്ധിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ് എല്ലാ പ്രവൃത്തികളും അവർ തന്നെ അവരുടെ സ്വന്തം ശരീരത്തെ ഇല്ലാതാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ലോകയാത്ര എന്നാൽ അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്കല്ല, ആ അകത്തേക്കുള്ള യാത്ര എന്താ? അറിവിലോട്ടുള്ള യാത്രയാണ്. അത് പുറത്തേക്കുള്ള യാത്രയല്ല. പുറത്തേക്ക് തുറന്ന ഇന്ദ്രിയങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ആ തുറന്നു വെച്ച ഇന്ദ്രിയങ്ങളെ എപ്പോഴാണോ അകത്തുള്ളത് അറിയണമെങ്കിൽ അകത്തോട്ട് തിരിക്കണം. അകത്ത് പൂട്ടി വെച്ചിരിക്കുന്ന വാതായനങ്ങളെ, കഥകുകളെ തുറക്കണം. അതായത് 9 വാതിലുകളും നമ്മൾ തുറന്നിട്ടേ പറ്റൂ. 9 വാതിലുകളും അടച്ചിരിക്കുക. സദാ അതിലൂടെ മനസ്സ്, നമുക്കറിയാം നവദ്വാരേ പുരേ ദേഹി, ആ 9 ദ്വാരങ്ങളും എന്ത് ചെയ്യണം? അടയ്ക്കണം. അടച്ചിട്ട് മനസ്സ്, പുറമേ സഞ്ചരിക്കുന്ന മനസ്സിനെ അകത്ത് ഗർഭഗൃഹത്തിലിരിക്കുന്ന വാതില് വല്ലപ്പോഴും ഒന്ന് തുറക്കണം. അടച്ചു വെച്ചിരിക്കുന്ന വാതില്, പൂജാമുറി ഒരിക്കലും തുറക്കാതിരുന്നാൽ അതിനകത്തിരുന്ന ദൈവം എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് പുറത്തു പോകാൻ വഴിയില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി കാണണം. അത് വളരെ അപൂർവമാണ് ഇന്ന് ചെയ്യുന്നത്, ഇല്ലേ? ഒരു സ്ഥലത്തെ വാതിൽ കൂടി അകത്ത് കയറി അതായിട്ട് തീർന്നാല് അതിനകത്ത് കയറി ആ ചിത്തത്തിലിരിക്കുന്ന ആ ഈശ്വര സ്വരൂപമായിട്ട് താതാത്മ്യം, കൈവല്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവാത്മാവിന് പുറത്തേക്ക് യാത്രയില്ല, അവിടെ തന്നെ ഇരിക്കും. നമ്മൾ കണ്ടില്ലേ രമണ മഹർഷി 15-18 വർഷം അവിടെ ആ ഒരു ഗുഹയിൽ ഇരുന്നു എന്നാ പറയണത്. അദ്ദേഹം എവിടെയാണോ യോഗം ചെയ്തത് അദ്ദേഹം ശരീരബോധം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആ സത്തുമായിട്ട് ഇടയ്ക്കിടയ്ക്കെങ്കിലും നമുക്ക് സംഘം വേണം. കാരണം ശരീരം വിട്ടു പോകുമ്പോൾ ഈ സച്ചിന്തകൾ മാത്രമേ നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പൊ പുറത്തേക്ക് വരാതെ സദാ ഗർഭഗൃഹത്തിനകത്തിരുന്ന് മനസ്സുകൊണ്ട് ഈ അലയുന്ന മനസ്സിനെ ശാന്തമാക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. അവിടെ ആ അടച്ചിട്ടിരിക്കുന്ന വാതിൽ തുറന്ന് അതിനകത്ത് കയറി അവിടെ കാലിലിരുന്ന് സദാ പൂജിക്കണം. മനസ്സുകൊണ്ട് ചെയ്താൽ മതി. ബാഹ്യകർമ്മങ്ങളൊന്നും അധികം ചെയ്യണ്ട. ആ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആ ഒരു മെഡിറ്റേഷൻ നമുക്ക് പറ്റില്ലേ? പറ്റണം. ഇനി സമയം കണ്ടെത്തണം. ഇനി ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾക്കല്ല പ്രാധാന്യം. ജീവിതം പകുതിയുടെ മുക്കാലും കഴിഞ്ഞു. ഇനി എപ്പോഴാ ചെയ്യണത്? ഇപ്പൊ ചെയ്താലേ മനസ്സ് ലാസ്റ്റ് ടൈമിൽ അവിടെ നിൽക്കുള്ളൂ. എല്ലാം 80 വയസ്സായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇനിയും കർമ്മം തീർന്നില്ല, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് നടന്ന് എല്ലാം ചെയ്തിട്ട് ഇതിനും കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. നാം കാണുന്ന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ കയറി ഇറങ്ങി നമുക്ക് എന്ത് നേടി? ഒരിടത്തും തങ്ങി നിന്നിട്ടില്ല. ഏത് ക്ഷേത്രത്തെ കുറിച്ച് ചോദിച്ചാലും നമുക്കറിയില്ല. അകത്ത് വന്നു തൊഴുതു, അത്ര തന്നെ. അപ്പൊ എന്ത് മാറ്റം ഉണ്ടായി? ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ പല ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കണം. നമ്മള് പരമശിവൻ പാർവതിയോട് പറയാണ്, അങ്ങനെയുള്ളവർക്ക് ഈ വിദ്യ അവസാനം അവരുടെ മനസ്സ് എപ്പോഴും നിശ്ചലമാകുന്നു, എന്നിലിരിക്കുന്ന ആ സത്യത്തെ അറിയാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നു, അപ്പോഴും മാത്രമേ അല്ലയോ പാർവതി ഈ വിദ്യ ഭക്തിപൂർവം ചോദിക്കണം, ബഹുമാനപൂർവ്വം ചോദിക്കണം. ഇപ്പൊ നീ പാർവതിയായിട്ടിരിക്കുന്ന എന്റെ ഭാര്യ അത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എനിക്കിത് പറഞ്ഞു തരൂ. ആ സത്യത്തെ ഏറ്റുവാങ്ങാൻ അപ്പോഴേ നമ്മൾ യോഗ്യനാവുള്ളൂ. അല്ലെങ്കിൽ എന്താ? മനസ്സ് വീണ്ടും ബാഹ്യമായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ആ തത്വത്തെ ആലോചിച്ച് സ്വരൂപാനന്ദത്തിലിരിക്കണം, തന്റെ സ്വരൂപത്തിൽ ആനന്ദമായിട്ടിരിക്കണം. അപ്പോ രാമഹൃദയത്തിന്റെ അറിവാണ് ഈ കലികൽമഷങ്ങളിൽ നിന്നുള്ള മോചനത്തിനുള്ള ഏക പരിഹാരമെന്ന് ബ്രഹ്മദേവൻ ചിത്ത അന്തർഭാഗത്തിരിക്കുന്നവനും യോഗികൾ ആരിൽ രമിക്കുന്നവനും അവനാണ് രാമൻ എന്ന് തിരിച്ചറിയണം. ഈ രാമനെ കലി തൊട്ടു തീണ്ടുകയില്ല. കലി രാമന്റെ 7 അയലത്ത് വരില്ല. ഈ രാമനെ അറിയുക കഠിനമാണ്. ഏതൊരു ബോധത്തിൽ
ആനന്ദത്തിൽ രമിക്കുന്നുവോ അവൻ രാമനാണെന്ന് അറിയണമെങ്കിൽ ആ രാമനെ പരമാത്മാവാണെന്ന് അറിയണം. രാമനെ മനുഷ്യരൂപത്തിൽ കാണുന്നവന് രാമന്റെ യഥാർത്ഥ സ്ഥിതി അറിയാൻ പറ്റില്ല. ഈ സത്യത്തെ ഈ സത്യമാകുന്ന രാമായണം പഠിക്കുന്നവന് അറിഞ്ഞില്ലെങ്കിൽ പോലും ഇന്നിത് കേൾക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ കലി ദോഷങ്ങളിൽ നിന്ന് മുക്തരായിരിക്കുകയാണ്. കലിദോഷങ്ങൾ അവരെ ബാധിക്കുകയില്ല. ഒരു പ്രാവശ്യം ശ്രവണം കൊണ്ട് ഇന്ന് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ കലിദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല. ഇതാര് പറയണോ? പരമശിവൻ പാർവതിയോട് പറയുകയാണ്, ഒരു പ്രാവശ്യം കേട്ടാൽ മതി. അവർക്ക് ഈ രാമഹൃദയ മന്ത്രം ഒരു പ്രാവശ്യം കേൾക്കുന്നവന് കലിയുടെ ദോഷങ്ങൾ അവനെ ഒരിക്കലും ബാധിക്കില്ല. മാത്രമല്ല അവൻ ഈ കലിയിൽ നിന്ന് മുക്തനാവുകയും ചെയ്യും. അതായത് രാമനെ പരമാത്മാവാണെന്ന് അറിയണം. ഈ കലികാലത്ത് നമ്മൾ രാമനെ മനുഷ്യനായിട്ട് കാണരുത്. അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ള കർമ്മങ്ങളില് ദോഷം കാണരുത്. അത് ദോഷയുഗ ദൃക്കുകളാണ്. എല്ലാത്തിലും ദോഷം കാണുന്നവര് രാമനിൽ അത് ആരോപിക്കരുത്. കാരണം രാമൻ തന്റെ കലി ഈ പറഞ്ഞ ത്രേതായുഗത്തിൽ അവതരിച്ചത് രാക്ഷസന്മാർ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ദോഷങ്ങളെ കാമക്രോധാദികളെ ഇല്ലാതാക്കാനാണ്. അപ്പോ രാമായണം എന്ന ഗ്രന്ഥം പഠിക്കുകയോ ഈ രാമന്റെ യാത്ര അറിയുകയോ ഈ രാമായണത്തിന്റെ രാമഹൃദയം എന്നൊന്ന് അറിയുകയോ ചെയ്താൽ തൽക്ഷണം ആരാ പറയണേ? ശിവനാ പറയണത്. അത് കള്ളാണോ? ഒരിക്കലുമല്ല. തൽക്ഷണം പാപമുക്തരാകുന്നു. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഈ ഒരു മാസം പഠിച്ചത് നമുക്ക് എന്താ പറയാ നഷ്ടമാണോ? ഒരിക്കലുമല്ല. ദേവിയിൽ എത്തിച്ചേരണമെങ്കിൽ രാമഹൃദയം അറിയണം. എന്നാലേ അവിടെ എത്തിച്ചേരാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോ അത്ര ഉയർന്ന രാമായണ മഹാത്മ്യം ശിവൻ ദേവിയോട് പറഞ്ഞിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞ വാക്കുകളാണിവ. ശിവൻ ആദ്യം ദേവിയോട് പറഞ്ഞിട്ട് പിന്നെ ബ്രഹ്മാവിനോട്. അതാ ബ്രഹ്മാവ് പറഞ്ഞത്, ദേവി അറിഞ്ഞതിലും പകുതിയെ എനിക്കറിയാൻ പറ്റുള്ളൂ. മുഴുവനും ശിവൻ അറിയാം, പകുതി ദേവിക്കറിയാം, അതിന്റെ പകുതി മാത്രമേ എനിക്കറിയാവൂ. അതുകൊണ്ട് ഒരു ശ്ലോകമെങ്കിലും അതും ശിവൻ പറയണം, ഒരു ശ്ലോകമെങ്കിലും തത്വം അറിഞ്ഞ് പഠിച്ചാൽ അവന്റെ എല്ലാ പാപത്തിൽ നിന്നും അവൻ മുക്തനാകുന്നു. ഏതൊരു മനുഷ്യൻ ഭക്തിപൂർവം മനസ്സില് ഇത് ഉൾക്കൊള്ളുന്നുവോ, ഏത് വിധത്തിൽ പഠിച്ചാലും, ഭാവനയോടെ പൂജിച്ചാല്, ഭാവന ഇല്ലാതെ പൂജിച്ചാല് അവൻ എന്ത് ചെയ്യും? ജീവൻ മുക്തനാകും. അവന് ജീവൻ മുക്തിയെ കിട്ടും. ഭാവനയ്ക്ക് വളരെ പെട്ടെന്ന് സദ്ഫലങ്ങൾ കിട്ടും. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ദേവിയുടെ ഭാവനയാണ്. ദേവി ഉണ്ടാക്കിയ പ്രപഞ്ചം ദേവിയുടെ ഭാവനയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അമ്മയുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്നവരാണ്. ആ ഉണ്ടാക്കിയ വ്യക്തിയെക്കുറിച്ച്, ആ സത്യത്തെക്കുറിച്ച്, ആ അമ്മയെക്കുറിച്ച് ഒരു സമയം, ഒരു മിനിറ്റ് നേരം അവർക്ക് ബോധം ഉദിച്ചെങ്കിൽ അവർക്ക് ഈ കലിദോഷങ്ങള്, നമ്മുടെ അജ്ഞാനം, നമ്മുടെ ആവരണം ഒന്നും തന്നെ ആ വ്യക്തിയെ ബാധിക്കില്ല. ഇത് സത്യവാക്കാണ്. ശിവൻ പാർവതിയോട് പറയുകയാണ്. ഇന്ന് നമുക്ക് രാമായണം എടുത്ത് പഠിക്കാനും ഈ വാക്കുകൾ ഉച്ചരിക്കാനും കേൾക്കാനും പറ്റിയെങ്കിൽ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സഞ്ചിത കർമ്മങ്ങളെല്ലാം ആ ജ്ഞാനമാകുന്ന അഗ്നിയില് ദഹിച്ചു പോയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അപ്പൊ ഭാവന, നമ്മുടെ ഭാവനയാണ് ഈ ഭവസാഗരത്തിൽ നിന്ന് നമ്മളെ അക്കരെ കയറ്റുന്നത്. നമ്മള് ഭാവിക്കണം, ഭാവന ചെയ്യണം, ചിന്തിക്കണം. നമ്മൾ കാണാത്തതൊന്നും ഇല്ല എന്ന് പറയരുത്. കാണാത്തതേ ഉള്ളൂ, കാണുന്നത് എല്ലാം മായയാണ്, നഷ്ടപ്പെട്ടു പോകുന്നത്. കാണാത്ത ലോകങ്ങളുണ്ട്, അവിടെയാണ് യാഥാർത്ഥ്യം. അത് സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ആ ശാശ്വത സത്യത്തെ അറിയണമെങ്കിൽ ഈ പറഞ്ഞ മായയിൽ നിന്ന് മുക്തനായിട്ട്, അജ്ഞാനമില്ലാതായിട്ട് അവിടെയോട്ട് യാത്ര ചെയ്യണം. അപ്പൊ ഈ രാമായണം പഠിച്ചാൽ കിട്ടുന്നത് എന്താണ്? നശിക്കാത്ത ആ സത്യത്തിലേക്ക് അറിഞ്ഞ് ഉള്ള ആനന്ദമാണ്. യത് ഭാവം തത് ഭവതി. ഭാവിതമായിട്ടുള്ള മനസ്സിനെ ആനന്ദം കിട്ടുകയുള്ളൂ. അല്ലാതെ എപ്പോഴും ദുഃഖം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ മനസ്സ് എന്ത് കിട്ടുന്നോ അതിനെയാണ് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതാണ് നമ്മുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫലം, കർമ്മം എന്താണ്? നമ്മൾ നല്ലതിനെ വിചാരിച്ച നല്ല ഫലം, ചീത്തയെ വിചാരിച്ച ചീത്തം, ആനന്ദത്തെ വിചാരിച്ച ആനന്ദം. അത് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ മനസ്സിനെ എവിടെ കൊണ്ട് വെക്കണം എന്നുള്ളത്. അപ്പൊ കലിദോഷം മാറണമെങ്കിൽ ഭൂമിയിൽ നമ്മൾ ആവിർഭവിക്കണം. ഒന്ന്, അർത്ഥം അറിയണം. രണ്ട്, അതിന്റെ ആ ഒരു പ്രതിഫലം നമ്മുടെ ആ ബ്രഹ്മാവിന് പോലും പറയാൻ പറ്റില്ല നമുക്ക് കിട്ടുന്ന സദ്ഫലങ്ങൾ. കാരണം കർമ്മങ്ങളുടെ എല്ലാ ഫലങ്ങളും ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റില് വന്നാലേ നമുക്ക് കിട്ടുള്ളൂ. വേറെ ഒരിടത്ത് ശരീരം എന്നുള്ള ഉപാധി നമുക്ക് കിട്ടില്ല. അപ്പൊ ശരീരമാകുന്ന ഉപാധി കിട്ടിയ നമ്മൾ ഓരോരുത്തരും ആ അമ്മയുടെ കൈ കൊണ്ട് ആ ഉണ്ടാക്കി വിട്ട നമ്മൾ ഓരോരുത്തരും ആ പുണ്യകരങ്ങള്, ആ പുണ്യമായിട്ടുള്ള ദേവി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തിനെ മറന്ന് ഇതുവരെ ജീവിച്ചോ അതിൽ നിന്ന് മനസ്സിനെ മാറ്റി കലിദോഷങ്ങളെല്ലാം മാറ്റി അർത്ഥമറിഞ്ഞ്
അതിന്റെ സദ്ഫലങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രാമായണത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള തത്വത്തെ അറിയണം. രാമനെ പരമാത്മാവായിട്ട് തന്നെ കാണണം, എന്നാലേ പറ്റുള്ളൂ. അല്ലാതെ മനുഷ്യനായിട്ട് കണ്ടാല് അവിടെ കുറെ മനുഷ്യമായിട്ടുള്ള ആ ഒരു താഴ്ന്ന ബുദ്ധിയിൽ അതെന്ത് ഇതെന്തൊക്കെ ചോദിച്ചു നിൽക്കും. അതുകൊണ്ട് യഥാർത്ഥ രാമഹൃദയത്തിലോട്ട് കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? രാമനെ നീ പരമാത്മാവാണെന്ന് അറിയണമെന്ന് ശിവൻ പാർവതിയോട് പറയുകയാണ്. അപ്പൊ രാമായണത്തിൽ രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് രാമഹൃദയം എന്നതും ഒന്ന് രാമഗീത. ഇത് രണ്ടും തന്നെ വളരെ വളരെ ഉയർന്ന തലമാണ്. ഗീത എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യപ്പെട്ടത്, പറയപ്പെട്ടത്. ഭഗവത്ഗീത എന്താണോ ആ ഒരു തത്വങ്ങൾ പറഞ്ഞു കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ട്? യോഗത്തിന് വേണ്ടിയിട്ട്, ജീവാത്മ പരമാത്മ ഐക്യത്തിന് വേണ്ടിയിട്ട്, യോഗം ചെയ്യാനായിട്ട് എന്ത് ഉപദേശിച്ചു കൊടുത്തോ അതിനെ നമ്മൾ രാമഹൃദയമെന്നോ രാമഗീതയെന്നോ ഒക്കെ പറയാം. രാമഗീത എന്ന് പറയുന്നത് ലക്ഷ്മണന് പിന്നെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ രാമഗീത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മണ ഉപദേശത്തെയാണ്. ആ ലക്ഷ്മണ ഉപദേശം നമ്മൾ കാണുന്നുണ്ട് ദൃശ്യമായുള്ളൊരു അതുപോലെ തന്നെ ലക്ഷ്മണന് വീണ്ടും കുറെ ഉപദേശങ്ങൾ എല്ലാം കൂടെ സമാഹരിക്കപ്പെട്ടതിനെയാണ് നമ്മൾ രാമഗീത എന്നറിയപ്പെടുന്നത്. രാമഹൃദയം ആഞ്ജനേയന് രാമൻ ഉപദേശിക്കുന്നതാണ്. ഒന്ന് രാമായണത്തിന്റെ ആരംഭത്തില്, ഒന്ന് രാമായണത്തിന്റെ അവസാനത്തില്. അപ്പൊ രാമായണത്തിലെ 1-ാം സർഗത്തിലാണ് നമ്മൾ രാമഹൃദയം കാണുന്നത്. പക്ഷെ ആരും 1-ാം സർഗത്തിൽ ഇത് വായിക്കാറില്ല. കാരണം ഈ രാമന്റെ സരയൂ നദി പ്രവേശം നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് മരിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് തള്ളിക്കളഞ്ഞു. രണ്ടാമത് തുടക്കത്തിൽ തന്നെ പറയും, എങ്ങനെയാണ് ഈ പറഞ്ഞ കർക്കിടക മാസം 1-ാം തീയതി രാമൻ മരിക്കണത് വായിക്കണത്? അദ്ദേഹം എന്താ അവിടെ ചെയ്യണത്? സരയൂ നദി ചെന്ന് മുക്തി പ്രാപിക്കുക. നമുക്കത് അറിയില്ല. നമ്മൾ വിചാരിക്കണു രാമൻ മരിച്ചു, ഇതിൽ അവസാനം പോയി രാമനും കുറെ ആളുകളും കൂടെ പോയി. അല്ല, രാമന്റെ മുക്തി, നമുക്ക് മുക്തി പദവി കിട്ടുന്ന മനസ്സോടുകൂടി വേണം രാമനെ അറിയാൻ. അപ്പോഴേ നമുക്ക് മുക്തിയിലേക്കിട്ടുള്ള ആ പ്രയാണം സാധിക്കുള്ളൂ. അപ്പൊ ഇത് ആദ്യത്തെ സർഗത്തിലാണ് വരണ രാമഹൃദയ മന്ത്രം. പക്ഷെ ആരും അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാറില്ല. നമുക്ക് അവസാനമെങ്കിലും ഈ രാമഹൃദയ മന്ത്രം പഠിക്കണം. കാരണം ആ രാമന്റെ ധാമം, വിഷ്ണുവിന്റെ ധാമത്തെക്കാളും ഉയർന്നിരിക്കുന്ന ചിന്താമണി ഗൃഹത്തിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇതെങ്കിലും അറിഞ്ഞിട്ട്, ഒരു പടവെങ്കിലും അറിഞ്ഞതിന് ശേഷമേ നമുക്ക് പെട്ടെന്ന് റോക്കറ്റ് കയറി പോകാൻ പറ്റുന്ന സ്ഥലം അല്ലത്. കർമ്മമുക്തി ഇപ്പൊ തന്നെ നമ്മൾ ഇതെല്ലാം അറിഞ്ഞ് കർമ്മക്ഷയം വന്നുകൊണ്ടിരിക്കുക. ആ കർമ്മക്ഷയം വന്ന മനസ്സിൽ മാത്രമേ ആ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയെ ആ ചിതഗ്നി കുണ്ടത്തിൽ ആവിർഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റൂ. നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. കാരണം മായയാകുന്ന കട്ടിയുള്ള ഒരു യവനിക അജ്ഞാനത്തിന്റെ തലത്തിലും ആവരണത്തിന്റെ തലത്തിലും നമുക്ക് കിടക്കുകയാണ്. ഈ രാമഹൃദയം പഠിക്കുന്നതോടുകൂടി കൽമഷങ്ങളെല്ലാം അകന്ന് മനസ്സ് ശുദ്ധമാവും. തീർച്ചയാണത്. അതുപോലെ നമ്മൾ ഉൾക്കൊള്ളണം ഇതിന്റെ തത്വങ്ങള്. എങ്കിൽ മാത്രമേ മായയ്ക്ക് അതീതനായിട്ടിരിക്കുന്ന രാമനെ ഭജിച്ചുകൊണ്ട് അധ്യാത്മരാമായണം ആരംഭിക്കുകയും അധ്യാത്മരാമായണം അവസാനിപ്പിക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം അദ്ദേഹം യുഗപുരുഷനാണ്, ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം പരമാത്മാവാണ്. ആ ജന്മങ്ങളില്ലാത്ത ആളാണ്, യാതൊരു വിധത്തിലുള്ള വൃത്തിക്ഷയങ്ങളില്ലാത്ത ആളാണ്. ഈ സീതയാകട്ടെ ആ മായയാണ്, മായാപടമാണ്, മായാരൂപിണിയാണ്. ആ അഭേദ്യമായിട്ടുള്ള പരബ്രഹ്മത്തിന്റെ സ്വേച്ഛയായിട്ടിരിക്കുന്ന ശക്തിയാണ്. ആ പാർവതിയാണ്, ശിവന് പാർവതി പോലെയാണ് രാമന് സീത. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അധ്യാത്മരാമായണം. ആ അതി ആത്മാവിനെ അറിയണമെങ്കിൽ ഇങ്ങനെ തന്നെ പോണം. എന്നാലേ ആ പറഞ്ഞ തുടക്കത്തില് എങ്ങനെയാ ആരംഭിക്കുന്നത്? മായയ്ക്ക് അധീനൻ, മായയ്ക്ക് ആശ്രയം, മായയ്ക്ക് അതീതൻ. ഈ 3 കാര്യം ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് രാമൻ? ആ ഒരു മായയ്ക്ക് അധീനനാണ്, മായയ്ക്ക് ആശ്രയമായിട്ട്, സീതയ്ക്ക് ആശ്രയമായിട്ട് നിൽക്കുന്നത് രാമനാണ്. പക്ഷെ അതിൽ നിന്ന് മായയെ തരണം ചെയ്യിപ്പിക്കുന്നതും ആരാണ്? ഈ പറഞ്ഞ രാമൻ തന്നെയാണ്. അതീതനാണ് അദ്ദേഹം. അപ്പൊ സാ മായ. എന്താണ് യാതൊന്ന്, യഹ, മാ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. എന്തൊന്നാണോ ഇവിടെ ഇല്ലാത്തത്, മാ. എപ്പോഴും മനസ്സിലായിക്കൊള്ളാം, മായ എന്ന് പറയുന്നത് സാ മായ. അപ്പോ എന്താണോ ഇല്ല, പക്ഷെ നമുക്ക് കൽപ്പിതമായിട്ട് നമ്മൾ കാണപ്പെടുന്ന വസ്തുക്കൾ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ബോധം നശിക്കുന്നുവോ, നമ്മളൊരു ആക്സിഡന്റ് പറ്റി നമുക്ക് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു, നാളെ എനിക്കൊരു ബ്രെയിൻ ഇഞ്ചുറി വന്നു, എന്റെ ശരീരം അവിടെ കിടക്കും. പക്ഷെ അതൊരു വെജിറ്റബിൾ ആണ്. എനിക്ക് ഈ കാണുന്ന പ്രപഞ്ചത്തെ, ഈ ദൃശ്യ പ്രപഞ്ചത്തെ കാണാനോ മനസ്സിലാക്കാനോ, ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നറിയാനോ, ഞാൻ ശ്വസിക്കുന്നു എന്നറിയാനോ എനിക്ക് പറ്റില്ല. കാരണം എന്താ? ഈ പറഞ്ഞ എന്റെ ശരീരം, ആ മീഡിയം അവിടെ ഇല്ല.
പക്ഷെ എന്തുണ്ട്? ജീവനുണ്ട്. ജീവൻ എന്ന് പറയുന്ന ആ ജീവാത്മാവുണ്ട്, ആ പരബ്രഹ്മ ബോധമുണ്ട്. ഇത് രണ്ടുമുണ്ട്. പക്ഷെ മീഡിയം ഇല്ല. ഈ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ട് അവിടെ ഒരു എന്താ പറയാ, ഒരു മാറ്റം വരുത്തി ഇതാണ് ഞാൻ കണ്ടതെന്ന് ചിന്തിക്കാനുള്ള എന്റെ ബോധമില്ല. അപ്പൊ എന്താണ് നമുക്ക് ഈ ഉണ്ടാക്കുന്ന ഈ മീഡിയം? ഈ മീഡിയം ഉണ്ടെങ്കിലും, ഈ പറഞ്ഞ ജീവാത്മാവും പരമാത്മാവിലും ഉണ്ടെങ്കിലും, ഈ ബോധസ്വരൂപനായിട്ട് നമ്മളെ അറിയുന്നത് എന്താണ്? ഈ പറയുന്ന അറിവാണ്. ആ അറിവ് എങ്ങനെ വരണം? ആ ഒരു മീഡിയം വേണം. അപ്പൊ ശരീരമാകുന്ന മീഡിയത്തില് ഇത് രണ്ടും ഒരേ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സത്യത്തെ അറിയാൻ പറ്റൂ. ഏതെങ്കിലും ഒന്ന് ആ ഒരു ഡിസ്കണക്റ്റഡ് ആയിപ്പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് ആരോഗ്യമായിട്ടിരിക്കണം. നമുക്ക് ശരീരത്തിന് രോഗങ്ങൾ ഇരിക്കരുത്. ഈ ബുദ്ധി പ്രവർത്തിക്കണം, മനസ്സും പ്രവർത്തിക്കണം. ഇത് മൂന്ന് മീഡിയവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ കർമ്മങ്ങളെ നന്നായിട്ട് ആലോചിച്ച് റിസീവിങ് കപ്പാസിറ്റി ഉണ്ട്. അത് ബുദ്ധിക്ക് കൊടുത്ത ആലോചന ശക്തിയുണ്ട്. അവിടെ നിന്ന് നെല്ലും പതിരും, സത്യവും കള്ളവും നിത്യവും അനിത്യവും വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇത് എത്ര കാലം നിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ശരീരമാണ് ഇല്ലേ ഈ മീഡിയത്തിന് എപ്പോ വേണമെങ്കിലും, നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോണിന് പെട്ടെന്ന് കേൾക്കാൻ പറ്റാതാവണം ഇല്ലേ? ഒരു റേഡിയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, പെട്ടെന്ന് അതിന് സ്റ്റേഷൻ കിട്ടുന്നില്ല. ഇത് തന്നെയാണ് മനുഷ്യ ശരീരവും. അത് എപ്പോഴാണ് ഇത് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പൊ എന്താ വേണ്ടത്? ആ മായയ്ക്ക് വശംവദരാകാതെ ഇല്ലാത്തതാ, അതാണ് മായയാണ്. യാമ സാമായ, യാതൊന്നും ഇല്ലാത്തതിന്റെ പുറകെ പോവാതെ ഉള്ളതിനെ ഇപ്പൊ എന്തുകൊള്ളണം? എത്രയും പെട്ടെന്ന് ഇന്നെങ്കിൽ ഇന്ന് അറിഞ്ഞുകൊള്ളണം. അറിഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ വെജിറ്റബിൾ ആയിട്ട് കിടക്കുന്ന സമയത്തും എന്തിനെ അറിഞ്ഞോ അതിലേ മനസ്സ് നിൽക്കുള്ളൂ. ഞാനിന്ന് എന്റെ ഉള്ളിൽ ദേവിയാണെന്ന് അറിഞ്ഞാൽ നാളെ ഞാൻ മരണത്തെ കാത്ത് വെന്റിലേറ്ററിൽ 10 വർഷം കിടന്നാലും എന്റെ മനസ്സ് എവിടെ നിൽക്കും? എന്റെ അമ്മയുടെ പാദത്തിൽ നിൽക്കും. കാരണം മനസ്സപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ശരീരമേ മീഡിയം ഇല്ല. പക്ഷെ മീഡിയത്തിലൂടെ എന്റെ അറിവ്, ഞാൻ അറിഞ്ഞ അറിവ് ഒരിടത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തില് ആ പ്രാരാബ്ധം തീരുമ്പോഴേ ശരീരം വിട്ടുപോകാൻ പറ്റും എനിക്ക്. അതുവരെ എന്റെ മനസ്സ് എന്ത് ചെയ്യും? ഉള്ളിലാണെങ്കിലും ഞാൻ കൊണ്ടെത്തിച്ചെടുത്ത് അവിടെ നിന്നോളും. അതിന് വേറെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വേണ്ട. ബാഹ്യമായിട്ടുള്ളതിനാണ് ഇന്ദ്രിയം വേണ്ടത്, അകത്ത് നടക്കുന്നതിന് ഇന്ദ്രിയം വേണ്ട. അപ്പോ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വന്നാലും നമ്മൾ ഭയപ്പെടണ്ട. അതുകൊണ്ടാണ് പറയണത്, കാലം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചെയ്തോളൂ, നാളെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. അതാണ് മായ. മായയെ അവലംബിച്ചിട്ട് മാത്രമാണ് എന്ത് നിൽക്കുന്നത്? ഈ ജഗത്ത് നിൽക്കുന്നത്. ഇത് വ്യാവഹാരിക തലമാണ്. നമ്മൾ പെരുമാറുന്നത്, വാങ്ങിക്കുന്നതും ജീവിക്കുന്നതും ഉണ്ണുന്നതും കിടക്കുന്നതും വിവാഹം കഴിക്കുന്നതും കുടുംബമായിട്ട് ജീവിക്കുന്നതും ഒക്കെ നമ്മൾ ആ തലത്തിന് എന്ത് പറയും? വ്യാവഹാരിക. ഇത് വളരെ എന്താ പറയുക, ഡീപ്പാണ് ലളിതാ സഹസ്രനാമത്തിൽ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാല് ലളിതാ സഹസ്രനാമത്തിന് ഇത്രയും കണ്ടക്ഷോഭം ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. മായ എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിലോട്ട് അത് കയറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇത് അറിഞ്ഞോളൂ. കാരണം മായയുടെ നിർവചനം എന്താണ്? ഇല്ലാത്തതാണ്. അപ്പൊ ചോദിക്കും, ഞാൻ കാണുന്നത് സത്യമല്ല. അപ്പൊ ഞാൻ കാണുന്നില്ലേ? എന്റെ വീട് സത്യമല്ലേ എന്നൊക്കെ ചോദിക്കാം. വീട് സത്യമാണ്, പക്ഷെ നിങ്ങളില്ലെങ്കിൽ വീടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് വീടില്ല, അത് ഇവിടുത്തതല്ലേ? അപ്പൊ ഇപ്പൊ എന്താണ് സത്യം? അപ്പൊ മരിച്ചു പോകുന്നത് എന്ത്? നിങ്ങൾ കാണുന്ന വീട് പോലെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ശരീരമാണ് നമ്മുടേത്. അത് ഇന്നുണ്ടാവാം, നാളെ ഉണ്ടാവില്ല. അപ്പൊ അത് സത്യമാണോ? അപ്പൊ അത് സത്യമാണല്ലേ. എന്റെ ശരീരം സത്യമാണ്, ഈ വീട് സത്യമാണ്. പക്ഷെ ഇത് രണ്ടും നാളെ ഇല്ലാതാകാം. ഈ സത്യം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതിനെയാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്. ഈ നശിച്ചു പോകുന്നതിനെ, നമ്മൾ കൊച്ചു കുഞ്ഞായിട്ട് ജനിച്ചു വളർന്നു, ഈ പ്രായമെത്തി, ഈ ശരീരം ഇന്ന് ഈ രീതിയിൽ നിൽക്കുന്നു. നാളെ അത് എന്ത് ചെയ്യും? നാളെ അത് കാലത്തില് നശിച്ചു പോകും, മരിച്ചു പോകും. നമ്മള് 5 വർഷം 10 വർഷം 20 വർഷം മരിച്ചു പോകുമ്പോൾ ഞാനുണ്ടോ? ഇല്ല. അപ്പൊ അത് സത്യമാണോ? അല്ല. അപ്പൊ നമ്മൾ കണ്ടതൊക്കെ സത്യമാണോ? ഇപ്പൊ സത്യമാണ്, പക്ഷെ നാളെ അത് സത്യമല്ലാതായിട്ട് തീരും. എല്ലാം ഈശ്വരന്റെ തന്നെ ആ ഒരു പ്രതിരൂപങ്ങളാണ് ഇരിക്കുന്നതെല്ലാം. പക്ഷെ ഇതിനൊന്നും നിലനിൽപ്പില്ല ഭൂമിയില്. അതാണ് ജഗത്ത്. ജഗത്തിനെ അറിയൂ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ രാമഹൃദയത്തിൽ ഉറപ്പിക്കാൻ പോകുന്നത്. ജീവൻ, ജഗത്ത്, ഈശ്വരൻ. ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് അറിയണം. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ഈ മായയാണ്. മായ ഇടുന്ന ഉല്ലാസങ്ങളെല്ലാം തന്നെ അറിവായിട്ട് എടുക്കണം. മായ നമ്മളെ കളിപ്പിക്കാനല്ല. യഥാർത്ഥത്തെ മറച്ചു വെക്കുന്ന എന്താ? നമ്മൾ യഥാർത്ഥത്തെ അറിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കണം. എന്നാലേ നമുക്ക് പരമാത്മാവില് എത്തിച്ചേരാൻ പറ്റൂ. അതാണ് ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്നും
അറിവല്ല. അറിവാണിതെല്ലാം. എന്താ? അനലനും കാറ്റും ഭൂമിയും എല്ലാം തന്നെ, ഈ കാണുന്നതെല്ലാം തന്നെ ഉണ്ട്. പക്ഷെ ഞാനെന്നുള്ള വ്യക്തിത്വം ഉണ്ടെങ്കിലേ ഇതിനെ കാണാൻ പറ്റൂ. ഒന്ന്, ഇത് പെർമനന്റ് അല്ല. നാളെ ഞാനെന്ന് പറയുന്ന ശരീരം നമുക്ക് എന്താ പറയാ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. ഒരു ദിവസം ഇല്ലാതായി പോവും. ഇതിനെ കാണുന്നത് ഇന്ന് നാളെ ഇല്ല. അതല്ലേ പറയുന്നത്, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റും നാളെ ഭിക്ഷക്കാരനായിട്ട് മാറും. അപ്പൊ ഈ പറഞ്ഞ ആ വൃത്തിക്ഷയങ്ങളൊന്നും പെർമനന്റ് അല്ല. പാവപ്പെട്ടവന് നാളെ പണക്കാരനാവാം, പണക്കാരൻ പാവപ്പെട്ട, രാജാവ് പിച്ചക്കാരനാവും, പിച്ചക്കാരൻ രാജാവാകും. ഇല്ലേ? അപ്പൊ ഈ സത്യത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മായയെ നമുക്ക് നല്ലതായിട്ട് ഇല്ലാത്തതല്ല, പക്ഷെ ഉള്ളതിനെ മറയ്ക്കുന്നതാണ് മായ എന്ന് നമുക്ക് അതാണ് പാരമാർത്ഥിക തലം. ഒന്ന് വ്യാവഹാരിക തലം. വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ അഫയേഴ്സ്. നമ്മൾ എന്തുമായിട്ടൊക്കെ ഇടപെടുന്നു, രാവിലെ ഭക്ഷണം കഴിക്കുന്നത്, ആളുകളുമായിട്ട് ഇടപെടുന്ന എല്ലാം നമ്മൾ എന്ത് പറയും? അതിനാണ് അപരാവിദ്യ, അപര, പര. ഇതിനാണ് രണ്ടെണ്ണമായിട്ട് തിരിച്ചിരിക്കുന്നത് ഉപനിഷത്തുകൾ. അതിനെ നമ്മൾ വ്യാവഹാരിക തലം, ഒന്ന് പാരമാർത്ഥിക തലം, ഒന്ന് ശ്രേയസ്, ഒന്ന് പ്രേയസ്. ശ്രേയസ് എന്ന് പറയുന്നത് എന്താ? ഒരു പക്ഷിക്ക് 2 ചിറകുകളുണ്ട്. ആ ജീവനാകുന്ന ജീവാത്മാവാകുന്ന പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒന്ന് ശ്രേയസിനെ തേടി പറന്നു പോകും മുകളിലോട്ട്, ഒന്ന് പ്രേയസിനെ തേടി ഭൂമിയിലേക്ക് പറക്കും. ഏത് വേണം? 2 ഭൂമിയിലോട്ട് വന്നോട്ടെ, സാരമില്ല. പക്ഷെ പ്രേയസിനെ കുറിച്ചുമുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് ഇല്ലാതാക്കുന്നത് മായയാണ്. അപ്പോ എന്താ? ആ മായയെ അവലംബിച്ചിട്ടാണ്, ഈ ഒരു മായ എന്ന് പറയുന്ന തത്വത്തിനെ അവലംബിച്ചിട്ടാണ് എന്ത് നിൽക്കുന്നത്? ജഗത്ത്, ഈശ്വരൻ, ബ്രഹ്മം, ജീവൻ, ഇതെല്ലാം നിൽക്കുന്നത് എന്താ? ഈ മായയുടെ പേരിലാണ്. ഇതെല്ലാം ഈ ബ്രഹ്മത്തിന് മാത്രമേ ശാശ്വതമായിട്ടുള്ള എക്സിസ്റ്റൻസ് ഉള്ളൂ, നിലനിൽപ്പുള്ളൂ. ബാക്കിയെല്ലാം ഇതിൽ വരുന്ന പ്രതിബിംബങ്ങളാണ്, വന്നു പോകുന്നതാണ്, താൽക്കാലികമാണ്. ഇത് നന്നായിട്ട് ഉറയ്ക്കണം. എന്നാലേ നമുക്ക് ലളിതാ സഹസ്രനാമത്തിലെ അമ്മയെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഏകമായിട്ടിരിക്കുന്ന, നിർമ്മലമായിട്ടിരിക്കുന്ന, ഏകമായ അദ്വൈതമായ മായ എന്ത് ചെയ്യുന്നു? ആ സത്ത, ആ ഗുണങ്ങളാകുന്ന സത്വം, രജസ്, തമസ് എന്നിവയിലൂടെ ബ്രഹ്മത്തെ എന്താ പറയാ, ആ ബ്രഹ്മാധിഷ്ഠിതമായിരിക്കുന്ന ബ്രഹ്മം ഈ പിണ്ടാണ്ടമായി തീരുന്നു. അത് എങ്ങനെ ഞാൻ പറയാം? ഏകമായിട്ടിരിക്കുന്ന ഒരു ചൈതന്യം, നാമരൂപങ്ങളില്ലാത്ത ചൈതന്യം എന്താണ്? ആ ഒരു പ്യുവർ എക്സിസ്റ്റൻസ്. അതിന് നാമങ്ങളില്ല. നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. എല്ലായിടത്തും വ്യാപിച്ചിരിക്കണം, ഒരു രൂപമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ദൃഷ്ടികളുണ്ട്, നമ്മുടെ കണ്ണുകളുണ്ട്, അതിനെ കാണണം. അതിന് ദേവി എന്താ ചെയ്തത്? ഇത് മുഴുവൻ ദേവിയുടെ കളികളാണ്. അമ്മ എന്ത് ചെയ്തു? അമ്മ 3 ഗുണങ്ങൾ എടുത്തു. ഗുണത്രയ വിഭാഗിനി. ആ സത്വം, രജസ്, തമോ ഗുണങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ഈ ബ്രഹ്മത്തിന്റെ കുറച്ചെടുത്തിട്ട് അമ്മ അതിനെന്ത് ചെയ്തു? ആ പഞ്ചഭൂതങ്ങൾ, ഈ പഞ്ചതന്മാത്രകളൊക്കെ ബ്രഹ്മത്തിനകത്ത് നിർലീനമായിട്ടിരിക്കണം. അവിടെ ഇരിക്കണ ഈ പറഞ്ഞ ഇതിനെ എടുത്തിട്ട് അമ്മയ്ക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായി. പ്രപഞ്ചത്തെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അതിനെ എന്ത് ചെയ്തു? ജ്ഞാനശക്തി കൊണ്ട് എന്തൊക്കെയായിട്ട് തീരണം എന്ന് അമ്മ നിശ്ചയിച്ചു. അമ്മയ്ക്ക് എന്താ പറയാ, പ്രവൃത്തി ഒന്നും ബ്ലൂ പ്രിന്റ് ഒരു പേപ്പറിൽ വരയ്ക്കേണ്ട. അമ്മയ്ക്ക് നിമിഷം മാത്രം കൊണ്ട് അമ്മയുടെ മനസ്സിൽ വന്നു. ഈ കടൽ എങ്ങനെ ഇരിക്കണം, കടലിലുള്ള ജീവികൾ എങ്ങനെ ഇരിക്കണം, കരയിലെ കാടിലെ മനുഷ്യരെങ്ങനെ ഇരിക്കണം, എല്ലാം അമ്മ ഒറ്റ നിമിഷം കൊണ്ട് തീരുമാനിച്ചിട്ട് ആ ജ്ഞാനശക്തി കിട്ടിട്ട് എന്ത് ചെയ്തു? അമ്മ പ്രവർത്തിച്ചു. അങ്ങനെ 3 എണ്ണം, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ. അപ്പൊ ആ പ്രവർത്തിച്ച് ഉണ്ടാക്കിയതെല്ലാം അമ്മയ്ക്ക് ഒരു തീരുമാനം ഉണ്ടായി, തിരിച്ച് എന്നിൽ വരണം. ഞാനാണ് ഉണ്ടാക്കിയത്, ആ എന്നിൽ തിരിച്ചു വരണം. അപ്പൊ ഇത് എന്റെ ഒരു കളിയാണ്. അപ്പൊ ആ സത്യത്തെ അറിയുന്നവര് എന്നിൽ തിരിച്ചു വരും. അപ്പൊ 3, അതാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത്. 3 ഗുണങ്ങളിലൂടെ അദ്വയമായിട്ടിരിക്കുന്ന, ഏകമായിട്ടിരിക്കുന്ന, യാതൊരു നാമരൂപങ്ങള് ഇല്ലാത്ത സത്ത ഗുണങ്ങളിലൂടെ എന്ത് ചെയ്തു? ഈ ബ്രഹ്മം എന്ന് പറയുന്ന അധിഷ്ഠാന തത്വം പിണ്ടാണ്ടം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ നിന്ന് പലത്, ഒരു മൃഗങ്ങളെല്ലാം പിണ്ടാണ്ടങ്ങൾ. നമ്മൾ ഓരോരുത്തരും പിണ്ടാണ്ടങ്ങളാണ്. ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മമായിരിക്കുന്ന അണ്ടം എന്ന് പറഞ്ഞാൽ മുട്ട, വലിയ ഒരു മുട്ട. അതിൽ നിന്ന് നമ്മള് പിണ്ടാണ്ടങ്ങളായിട്ടുള്ള ജീവനുകള്, ഓരോ ജീവൻ ഓരോ ശരീരങ്ങൾ സ്വീകരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയാൻ കാരണം, മേളിലിരുന്ന നമ്മള്, അമ്മയുടെ കൂടെ ഇരുന്ന നമ്മൾ അമ്മയുടെ കളിപ്പാട്ടങ്ങളായിട്ട് മാറി നമ്മൾ എവിടെ വന്നു? താഴെ വന്നു, ഭൂമിയിൽ വന്നു. അല്ലാത്തവർക്ക്, ഈ വരണ്ടാത്തവരെല്ലാം എവിടെ ഇരുന്നു? ഋഷിലോകങ്ങളിലിരുന്നു, സത്യലോകത്തിരുന്നു. അവർക്ക് പല പല ലോകങ്ങളിൽ അവർക്ക് ഇങ്ങോട്ട് വരണ്ടെന്നവര് തീരുമാനിച്ച് കൈവല്യ പദവി നേടിയവരൊക്കെ എന്ത് ചെയ്തു? ഇരുന്നു. വരാൻ ആഗ്രഹമുള്ളവരെല്ലാം എന്ത് ചെയ്തു? ഇവിടെ വന്നു. അപ്പൊ അവിടെ നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മളെ പ്രാധാന്യം നമ്മൾ എന്തൊക്കെയാണോ ആർജിച്ചു വെച്ചതനുസരിച്ച് വന്നു. അപ്പൊ എന്താണ് ഈ പിണ്ടാണ്ടമായിട്ട് നമ്മൾ കാണുന്നത്? ജഗത്ത്. അതിനെയാണ് നമ്മൾ ജഗത്ത് എന്ന് പറയുന്നത്. ജീവൻ എന്താ? ഈ
ജീവൻ എന്ന് പറയുന്നത് സത്വ രജസ് തമോ ഗുണങ്ങളോട് കൂടിയ ആ വിശ്വം, ഈ പ്രപഞ്ചം ഉണ്ടാകാൻ കാരണമായിട്ടിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സത്തകൾ, ഇവിടെ ഉണ്ടായിട്ടുള്ള ജീവനുകള്. അപ്പോ എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചാല് സ്വാഭാവികമാണ്. അതായത് ഒരു ഉപാധി ഇല്ലെങ്കിൽ ബ്രഹ്മം യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളില്ലാത്ത ഒരെണ്ണം, ഈ ചലനമില്ലാതിരിക്കുന്ന ഒരു സംഭവം. അപ്പോ അതിന് ഉപാധികൾ എന്തൊക്കെയാണ്? സത്വം രജസ് തമോ ഗുണങ്ങളാകുന്ന ഗുണങ്ങളിൽ നിന്ന് പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അങ്ങനെ 36 തത്വങ്ങളിലൂടെ ഒന്നുമില്ലാതെ, ഒരു ഉപാധികളുമില്ലാത്ത ആ ജീവൻ ആ സ്വാഭാവികമായിട്ട് ഉപാധികളെ സ്വീകരിച്ച് അവിടെ നിന്ന് ഈ ജഗത്ത് എന്ന് പറയുന്നത് ഉണ്ടായി. ഈ ജഗത്തില്, ഈ പ്രപഞ്ചത്തില് നമ്മൾ ഓരോരുത്തരും വന്നു ചേർന്നു. ഇതിനെയാണ് ബ്രഹ്മാണ്ട പിണ്ടാണ്ട ഐക്യം. ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ എവിടെ വന്നു? അത് ഉറച്ചില്ലേ? നമ്മൾ എവിടെ നിന്നാ വന്നത്? നമ്മൾ പെട്ടെന്ന് ഇവിടെ ആവിർഭൂതരായവരല്ല. ഒരു കർമ്മത്തിലൂടെ, ഈശ്വര കർമ്മത്തിലൂടെ, ഈശ്വര ഇച്ഛയിലൂടെ, കർത്തും അകർത്തും അന്യഥാകർത്തും എന്ന് പറഞ്ഞ് ഈശ്വരന്റെ ഇച്ഛയിലൂടെ ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനും ഉണ്ടാക്കിയത് മാറ്റി ചെയ്യാനും കഴിവുള്ള ആ മഹാശക്തിയിലൂടെ, ആ കരങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും ഉണ്ടായി എവിടെ വന്നു? ഈ ജഗത്തിൽ വന്നു. പക്ഷെ നമുക്കെന്താ ഇങ്ങനെ തോന്നാൻ കാരണം? നിരുപാധികമാണ്. ആ ഉപാധികൾ ഉണ്ട് എന്നൊക്കെ തോന്നാൻ കാരണം എന്താ? മായയാണ്. ആ മായയെ അതിക്രമിക്കുമ്പോൾ ബ്രഹ്മം മായാധീനമാണ്. ബ്രഹ്മത്തിന് അവിടെ ചുമ്മാ ഇരിക്കുന്ന ആളിനെ ചെന്ന് ചുരണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ആരാ? ഈ മായ, ഈ അമ്മയാ ഉണ്ടാക്കിയത്. അപ്പൊ അമ്മ എന്ത് ചെയ്യണം? നമ്മളെ രക്ഷിക്കണം. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വന്ന് ധൈര്യപൂർവ്വം പറയാം. ഒരു അമ്മയുടെ അടുത്ത് മക്കൾക്ക്, അമ്മയുടെ അടുത്ത് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. ഈ സത്യം അമ്മ കുറെ കാലമായിട്ട് മായയിലൂടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സത്യം ഞാനിന്ന് അറിയുന്നു. കാരണം ഇത് അമ്മയുടെ കളികളാണ്. അമ്മ ലീലാ വിനോദിനിയാണ്. അമ്മ ലളിതയാണ്. എല്ലാരെയും കളിപ്പിക്കുന്നവളാണ്. കളിപ്പിച്ച് രസിച്ചിങ്ങനെ നടക്കുന്നതാണ്. അതിനി വേണ്ട, എനിക്കിനി അത് വേണ്ട. തിരിച്ചെന്താ? ഈ പറഞ്ഞ ഉപാധികളെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഉപാധികളില്ലാത്ത, സ്വാഭാവികമായിട്ടിരിക്കുന്ന, ആ ഉപാധികളെ അതിക്രമിച്ചിരിക്കുന്ന ആ തത്വമാണ് അമ്മ എന്നറിഞ്ഞു. എനിക്ക് അവിടെ വരണം, അമ്മയെ കാണണം. അപ്പോ മായാധീനനായിട്ടിരിക്കുന്ന ജീവൻ ഇതിനെ നല്ലവണ്ണം അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ ആനന്ദത്തിന്റെ സ്വരൂപമായിട്ടിരിക്കുന്ന, മാറാതിരിക്കുന്ന ആ ഒരു ഇതിന്റെ അധികാരി, അതായത് ഇത് ചെയ്യാനൊക്കെ അധികാരമുള്ള ഇരിക്കുന്ന ആ ഭഗവതിയെ, ആ ബ്രഹ്മശക്തിയെ നമുക്ക് അറിയാൻ പറ്റൂ. ബ്രഹ്മശക്തിയിലൂടെ മാത്രമേ ബ്രഹ്മത്തിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റൂ. അതിനെയാണ് കൈവല്യമുക്തി, ജനന മരണമില്ലാത്ത അവസ്ഥയെ നമ്മൾ കൈവല്യം എന്ന് പറയണം. ബാക്കിയെല്ലാം സാരൂപ്യം, സാമീപ്യം, അടുത്തിരിക്കാം, കൂടെ ഇരിക്കാം, ആഹാരം വാരിക്കൊടുക്കാം, എല്ലാം ചെയ്ത് കൂടെ ഇരിക്കാം. സാമീപ്യം, അടുത്ത സാരൂപ്യം, ആ രൂപം സ്വീകരിക്കാം നമുക്ക്. പക്ഷേ കൈവല്യം കിട്ടണമെങ്കിൽ, ജനന മരണ ചക്രത്തിൽ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അമ്മയെ തന്നെ ശരണം പ്രാപിക്കണം. അമ്മയ്ക്ക് മാത്രമേ തന്റെ എവിടെ നിന്ന് വന്നു? അമ്മ വന്നിരിക്കുന്ന സ്ഥലം, അമ്മ വന്നിരിക്കുന്ന എവിടുന്ന? ഈ പറഞ്ഞ ആ ഒരു ഉപാധികളും ഇല്ലാത്ത ബ്രഹ്മത്തിൽ നിന്ന്. ആ ബ്രഹ്മത്തിന്റെ നമ്മള് പരശിവൻ, ആ യഥാർത്ഥ ജഗത് മാതാപിതാക്കളായിരിക്കുന്ന പാർവതിയും പരമശിവനും, ആ ശിവതത്വത്തില് ആ ദേവിക്ക് ഒരു ജീവനെ കൊണ്ട് എത്തിക്കണമെങ്കിൽ ആരെ സറണ്ടർ ചെയ്യണം? ഈ മായയെ അറിയണം. മായയിലൂടെ നമ്മളെ ഓരോരുത്തരാക്കി തീർത്തിരിക്കുന്ന ആ ഉപാധികളെ അറിയണം, ത്രിഗുണങ്ങളെ അറിയണം, ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളെയും പഞ്ചതന്മാത്രകളെയും അറിയണം. അത് നമ്മൾ അതിക്രമിച്ച് തിരിച്ച് യാത്ര ചെയ്യണം. അറിയാത്ത വഴി നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അറിയൂ എന്ന് പറയുന്നത്. അപ്പോ ആനന്ദം എവിടെയാണ്? ഈ അമ്മയുടെ ഉള്ളില്. അമ്മയാണ് ആനന്ദത്തിന്റെ സ്വരൂപം. നമ്മുടെ സ്വരൂപവും ഇതാണ്. ഈ മായയാകുന്ന ഉപാധികൾ, നമ്മുടെ ശരീരവും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമാണ് അത് നമ്മളെ മറച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമസ്കരിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ഉള്ളില് രാമനായിട്ടിരിക്കുന്ന, നമ്മുടെ ഉള്ളില് ആ ചൈതന്യ സ്വരൂപമായിട്ടിരിക്കുന്ന, ആ ദേവീ സ്വരൂപമായിട്ടിരിക്കുന്ന ആത്മസത്തയാണ് നമ്മൾ നമസ്കരിക്കുന്നത്, പുറമേ അല്ല. കാരണം ഓരോന്നും ഉണ്ടാക്കിയിട്ട് തന്റെ ഉപാധികള്, ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ മനസ്സായിട്ടും ബുദ്ധിയായിട്ടും അഹങ്കാരമായിട്ടും അന്ധക്കരണ ചതുഷ്ടയങ്ങളായിട്ടിരിക്കുന്ന സ്വാഭാവിക ശക്തി ആരാണ്? ഈ ദേവിയാണെന്ന് അറിയണം. ഈ ദേവിയുടെ ശക്തി എപ്പോഴും, അതിനെയാണ് നമ്മൾ ജീവാത്മാവ്, പരമാത്മാവ് ചൈതന്യരഹിതമായിട്ടിരിക്കുന്നു. എവിടെയാണ്? ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. പ്ലഗ് കുത്തുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നു, ഫാൻ കറങ്ങുന്നു, ഹീറ്റർ വർക്ക് ചെയ്യുന്നു, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നു, എല്ലാം ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യത്തിൽ വർക്ക് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? പ്ലഗ് കുത്തണം. അപ്പൊ പ്ലഗ് എന്ന് പറയുന്ന ആ ജീവാത്മാവ് എവിടെ കുത്തണം? പരമാത്മാവിൽ കുത്തിയെങ്കിൽ മാത്രമേ അവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി വരുന്നത്, സ്വയമേ ഉണ്ടാകുന്നതല്ല. ഇത് രണ്ടും എപ്പോഴും ചേർന്നിരിക്കണം. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കറണ്ടും ഈ പരമാത്മാവ് എന്ന് പറയുന്ന ചൈതന്യം ഒന്നാണ്.
അപ്പൊ അതിൽ നിന്ന് എടുത്ത് സ്വീകരിച്ചിട്ടാണ് ഈ ജീവനെ നമ്മൾ ഈ മരിക്കുമ്പോ എന്താ ചെയ്യുന്നത്? ശരീരം വിടുമ്പോൾ ഈ പറഞ്ഞ തിരിച്ചുള്ള ഇലക്ട്രിസിറ്റി എവിടെ ചെന്ന് ചേരും? ഈ പൊട്ടൻഷ്യൽ എനർജി ചെന്ന് ചേരും. അപ്പൊ എനർജി തത്വമാണിത്. അതാണ് E=mc² എന്ന് പറയാൻ കാരണം. ഈ ശിവചൈതന്യം എന്ന് പറയുന്ന തത്വത്തിൽ നിന്ന് ദേവിയാകുന്ന ചൈതന്യം, ആ ചലിക്കുന്ന ചൈതന്യം നമ്മളെ ഓരോരുത്തരെയും ഉണ്ടാക്കുന്നു. കുറച്ചു കാലം ഇവിടെ ജീവിക്കുന്നു, മായയുടെ ആവരണത്തിൽ ജീവിച്ചിട്ട് തിരിച്ച് തിരോഭവിക്കുന്നു, നമ്മളെ കാണാതാവണു. എവിടെ പോണു? അടുത്ത രൂപം എടുക്കാനായിട്ട്. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി കറണ്ട് എവിടെ വന്നു? ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ, ഈ ശിവതത്വത്തിൽ ഒതുങ്ങി. പിന്നെയും ആവശ്യം ജന്മം വരുമ്പോൾ അവിടുന്ന് വീണ്ടും കണക്ഷൻ എടുത്തിട്ട് ഭൂമിയിൽ വരുന്നു. ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ദേഹാന്തര പ്രാപ്തിക്ക് വേണ്ടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിനെ നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് മായയാണെന്ന് അറിയൂ. അപ്പൊ രാമനെ നമസ്കരിക്കുമ്പോൾ എല്ലാത്തിന്റെ ഉള്ളിലും രമിപ്പിക്കുന്നവൻ, രഞ്ജിപ്പിക്കുന്നവൻ, സന്തോഷമായിട്ടിരിക്കുന്നവൻ, ആനന്ദമയ ചക്രത്തിലിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ്, ദേവിയാണ്. കാരണം ആനന്ദമയ ചക്രത്തിൽ ശിവൻ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാ ദേവി ഇരിക്കുന്നത്? കാമേശ്വരന്റെ അംഗത്തിലിരിക്കുന്നവൾ, പകുതി ശരീരം തനിക്ക് കൊടുത്തിട്ട് താൻ ഈ പ്രകൃതിയായിട്ട് മാറിയവൾ, ആ ഇരിക്കുന്നത് സദാശിവനാകുന്ന പലകിൽ. എല്ലാം ശിവചൈതന്യത്തിലെ ശക്തിയുടെ പ്രഭാവം കൊണ്ട് ചലിക്കാതിരിക്കുന്ന ശിവചൈതന്യത്തെ ചലിപ്പിച്ച് എപ്പോഴാണോ ദേവി ഉള്ളത് അപ്പൊ ശിവനില്ല. കാരണം അദ്ദേഹം ശവത്തെ പോലെ കിടക്കുകയാണ്, ഒരു ചലനവുമില്ലാതെ. ദേവിയാണ് എല്ലാം ചെയ്യുന്നത്. പഞ്ചകൃത്യങ്ങൾ ചെയ്തിട്ട് ഈ ജീവനെ തിരിച്ച് തിരോധാനത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കൊണ്ടുപോകുന്ന അധികാരിയാണ് അമ്മ. അപ്പോ അധികാരി, വിഷയം, വിഷയ സംബന്ധം, ഇതെല്ലാം പ്രയോജനം, ഇത് മൂന്നും നമ്മൾ അറിയണം. കാരണം ഇത് അറിഞ്ഞെങ്കിലേ നമുക്ക് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ആ ഒരു 1000 മുത്തുക്കളെ നമ്മുടേതാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ വെറുതെ ജപിക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 3 കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളും. ഒന്ന് അധികാരി, വിഷയം, വിഷയ സംബന്ധം, അതുകൊണ്ടുള്ള പ്രയോജനം. ഞാൻ ആരാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ തരത്തിൽ നമുക്ക് ഈ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാനുള്ള സോപാനങ്ങൾ എന്തൊക്കെയാണ്, അയാളെ ബ്രഹ്മപ്രാപ്തിയിൽ എങ്ങനെ എത്തുന്നു, അതുകൊണ്ടുള്ള പ്രയോജനം എന്ത്, ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കാൻ. ഇനി ഇതിൽ കൂടുതൽ ഇതിനെ എന്താ പറയാ വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോ അവർക്ക് മാത്രമേ ഇത് അനുഭവിച്ച്, ഇത് അറിഞ്ഞവർക്ക് മാത്രമേ സംസാര ബന്ധത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. അവര് എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. അവര് ത്രിപുരാരിയുടെ അനുഗ്രഹത്തിന് പ്രാപ്ത. ആരാണ് ത്രിപുരാരി? ത്രിപുരാരി ശിവൻ. 3 പുരങ്ങളെ, 3 പുരത്രയങ്ങളെ ഇല്ലാതാക്കിയവൻ ത്രിപുരാരി. ആരാണ്? എന്താണ് 3 പുരത്രയം? നമ്മൾ പറയുന്നത് ത്രിപുര സുന്ദരി, ത്രിപുരാരി. ആ 3 പുരങ്ങള് ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയാണ് 3 പുരങ്ങള്. ഇവയെ നമ്മൾ സ്വർണം, വെള്ളി, ഇരുമ്പ് എന്ന് പറയാറുണ്ട്. ഈ സ്വർണമയമായിട്ടുള്ളതിനെ, സുഷുപ്തിയിലിരിക്കുന്ന ശരീരത്തിനെ നമ്മൾ എന്ത് പറയും? കാരണ ശരീരം എന്ന് പറയും. അതാണ് സ്വർണ്ണക്കോട്ട, സ്വർണ്ണ മന്ദിരം. അവിടെയാണ് സ്വർണം, അതായത് സുഖമായിട്ടിരിക്കാൻ പറ്റും അവിടെ സുഷുപ്തിയിൽ. ആരുമായിട്ട്? ഈ ശക്തിയുമായിട്ട് ചേർന്ന് നമ്മുടെ അന്ധകരണങ്ങൾ, നമ്മുടെ മനസ്സിരിക്കുന്നു. അതുകൊണ്ട് അത് സ്വർണ്ണമയക്കോട്ട. രണ്ടാമത്തത് വെള്ളി, സൂക്ഷ്മ ശരീരം, അതായത് ജീവാത്മാവ് എന്ന് പറയുന്ന സെപ്പറേഷൻ. ആ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതിനെ നമ്മൾ വെള്ളിക്കോട്ട, വെള്ളി ഇതാന്ന് പറയുന്നു. 3 ഇരുമ്പ്, ഈ സ്ഥൂല ശരീരം. അത് ഇരുമ്പാണ്, തുരുമ്പ് പിടിച്ചു പോകും ഇല്ലേ? തുരുമ്പ് പിടിക്കുമ്പോ എന്ത് ചെയ്യണം? മണ്ണിൽ കൊണ്ട് മൂടിയിടും നമ്മൾ. അപ്പോ സ്ഥൂല ശരീരം, അതാണ് ഇരുമ്പ്. അപ്പൊ ഈ 3 ശരീരങ്ങള്, സ്ഥൂലം, സൂക്ഷ്മം, കാരണം. സുഷുപ്തിയിലാണ് കാരണ ശരീരം. എന്താ അതിലേക്ക് ഏതിലായിട്ട് എത്തുന്നത്? ഈ കാരണ ശരീരം സുഷുപ്തി അവസ്ഥയില് ആ പറഞ്ഞ ബ്രഹ്മസത്യത്തിലോട്ടുള്ള ആ സൂക്ഷ്മ ശരീരവും അവിടെ കാരണ ശരീരവും കൂടെ ചേർന്ന് ആ ബ്രഹ്മത്തില് സുഷുപ്തി അവസ്ഥയിലിരിക്കുന്ന ചൈതന്യത്തിൽ ലയിച്ചു ചേരും. അതുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മഹത്യ പാപം, ഉറങ്ങുന്നവനെ വിളിക്കരുത്, ഉറങ്ങുന്നവനെ കൊല്ലരുത്, ബ്രഹ്മഹത്യ പാപം എന്ന് പറയാൻ കാരണം ബ്രഹ്മവുമായിട്ട് നമ്മുടെ യഥാർത്ഥ ആ ധാമത്തിൽ ചെന്ന് സുഷുപ്തിയിൽ നമുക്ക് ശരീരബോധമില്ലാതെ ചേർന്നിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഈ കാരണ ശരീരം, അതായത് ഈ ഇരുമ്പുപുരവും ഈ വെള്ളിപ്പുരവും സ്വർണ്ണപുരവുമായിട്ട് ചേർന്നിട്ട് 3ഉം കൂടെ ചേർന്നിരിക്കും. അപ്പൊ ഈ ത്രിപുരാരി ആരായിരുന്നു? ത്രിപുരാരി ഒരു വലിയ അസുരനായിരുന്നു. ഈ 3 പുരങ്ങൾ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്നും ഇത് 3ഉം ഒരേ എന്താ പറയാ ഒരേ സ്ഥലത്ത് വരുമ്പോ ഈ 3ലും കൂടെ ഒരു അമ്പ് അയച്ചാൽ മാത്രമേ ഈ പറഞ്ഞ ത്രിപുര ദഹനം പറ്റുള്ളൂ. അത് ശിവന് മാത്രമേ പറ്റുള്ളൂ എന്നും ശിവന്റെ അടുത്ത് പറയാണ്. ത്രിപുരാരിക്കൊരു വരം അദ്ദേഹം തന്നെയാണ് കൊടുത്തത്. കാരണം അദ്ദേഹം ഒരിക്കലും ഈ ത്രിപുരൻ നിൽക്കില്ല, ഈ 3 പുരങ്ങളിലായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ജീവാത്മാവ്. അപ്പൊ ഈ 3 പുരങ്ങളിലും സഞ്ചരിക്കുന്നതിന് ശിവൻ തന്നെ എന്ത് ചെയ്യണം? ഒറ്റ അമ്പിട്ട് ഇത് 3ഉം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡില് ഒരേ തലത്തിൽ വരും. 3 പ്ലേറ്റ് ഇങ്ങനെ അടുക്കി വെച്ചാൽ ആ 3 പ്ലേറ്റിൽ കൂടെ എങ്ങനെയാണ് നമുക്ക് ഒരു കമ്പ് കുത്തി കയറാൻ പറ്റുന്നത്? അതുപോലെ
ഈ 3 പുരങ്ങളും ഒരേ സമയത്ത് വരുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണം? അമ്പ അയക്കണം. അപ്പൊ അമ്പ് ഈ 3 പുരങ്ങളെയും കടന്നു പോയാൽ മാത്രമേ ഈ ത്രിപുര അസുരനെ കൊല്ലാൻ പറ്റൂ. അങ്ങനെ ഈ 3 അവസ്ഥയിൽ ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോ, ഇദ്ദേഹം 3 പുരങ്ങളിലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോ 3ഉം കൂടെ ഒരേ സമയത്ത് വന്നു. എപ്പോഴാണ്? സുഷുപ്തിയിലാണോ? അല്ല. ഇത് 3ഉം ഒരു ചിന്തകൾക്കും വേറൊരു ചിന്തയ്ക്കും ഇടയിലുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. അപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥ വരും. അപ്പൊ ഇത് 3ഉം ഒരേ അവസ്ഥയിലെത്തും. അതായത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി 3ഉം ഒരേ അവസ്ഥയിൽ. ഈ വെള്ളി, സ്വർണം, ഇരുമ്പ്, നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും എല്ലാം തന്നെ ഒരേ അവസ്ഥയിൽ ഒരു അത്രയ്ക്കും ആക്യുറേറ്റ് ആയിരിക്കണം ഈ അമ്പ ചെയ്യുന്ന ആള്. എങ്കിലേ 3 പുരങ്ങളെയും കടന്ന് ഈ ത്രിപുരാരിയെ കൊല്ലാൻ, ഈ പറഞ്ഞ ത്രിപുരാസുരനെ കൊല്ലാൻ പറ്റൂ. അത് ശിവൻ വന്നിട്ട് എന്താ ഈ ആ ഒരു മിനിറ്റ് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഒരു അമ്പെയ്ത് ഈ ത്രിപുരാസുരനെ നിഗ്രഹിക്കുകയാണ്. എന്താണ് ത്രിപുരാസുര വധം? ആരാണ് ശിവൻ എന്ന് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ലളിതാ സഹസ്രനാമം വായിക്കുന്ന നമ്മൾ ഇത് അറിയണം. കാരണം നമ്മുടെ സ്ഥൂല ശരീരമാണ് ഇരുമ്പ്, നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ വെള്ളി, ആ കാരണ ശരീരമാണ് നമ്മുടെ സ്വർണ്ണമയം സുഷുപ്തി, അതാണ് നമ്മുടെ സ്വർണ്ണ ശരീരം. ഇത് ആ 3ലും സഞ്ചരിക്കുന്ന മനസ്സ് എപ്പോഴാണോ ഈ ചിന്തകളൊന്നുമില്ലാതെ ആ ഒരു അവസ്ഥാത്രയങ്ങളെ അതിക്രമിച്ച് ഒരു സെക്കൻഡ് നിൽക്കുമ്പോൾ ആ ശിവബോധം എപ്പോഴാണോ, 1 മിനിറ്റ് മതി നമുക്ക് ഈ ബോധം കിട്ടാൻ, ആ ശിവന്റെ അമ്പെയ്ത് ഈ 3 പുരങ്ങളും, അപ്പൊ ജാഗ്രത ഇല്ല, സൂക്ഷ്മമില്ല, സ്ഥൂലമില്ല, കാരണമില്ല, ഈ 3 പുരങ്ങളെയും ആ ബോധം, ആ ശിവബോധം ഇല്ലാതാക്കും. അതാണ് നമ്മുടെ ഉള്ളിലെ ത്രിപുരാസുരവധം. അവർക്ക് പിന്നെ ഈ പറഞ്ഞ ജാഗ്രതത്തിലും ഈശ്വരനുണ്ട്, സ്വപ്നത്തിലുമുണ്ട്, സുഷുപ്തിയിലുമുണ്ട്. സുഷുപ്തിയിൽ എന്തിനെ കണ്ടോ അവർക്ക് ജാഗ്രതത്തിലും അത് ഉണർന്നിരിക്കും അവരുടെ ഉള്ളില്. ആ മനുഷ്യർക്ക് ഇപ്പൊ തന്നെ കൈവല്യ മോക്ഷം കിട്ടുകയും ചെയ്യും. അവർക്ക് ശിവപദം എത്തിച്ചേരാൻ പറ്റും. ആരിലൂടെ? ഈ ഭഗവതിയിലൂടെ. ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ ശക്തിയിലൂടെ ആ ശരീരം വിട്ടുപോകുമ്പോൾ ഈ ശക്തി എവിടെ കൊണ്ടെത്തിക്കും? അവർക്ക് പിന്നെ പുനർജനി ഇല്ല. പുനർജനി ഗുഹയിലൂടെ നമ്മൾ കടക്കണ്ട. ആ പുനർജനി എന്ന് പറയുന്ന ഒരു ഗുഹയാണ്. ആ തിരോധാനം നമുക്ക് എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ തിരിച്ചു വരണം. അതില്ലാത്ത അവസ്ഥയിൽ ആരെത്തിക്കും? ഈ ഭഗവതി എത്തിക്കും. അതാണ് ത്രിപുരാരി എന്ന് പറയുന്നത്. ഇരുമ്പും വെള്ളിയും എല്ലാം തന്നെ സ്വർണമയമാക്കി ആ ഒരു സ്വർണമായിട്ടിരിക്കുന്ന, ഒരിക്കലും നശിക്കാതിരിക്കുന്ന അവിടെ എത്താനാണ് ഈ ഓട്ടം മുഴുവനും മനുഷ്യൻ ചെയ്യുന്നത്, ഈ സാധനങ്ങളുടെ മുഴുവനും. അപ്പോ മനുഷ്യൻ എന്നുള്ളത്, മനുഷ്യൻ ഉറങ്ങുമ്പോ നമ്മള് നിത്യപ്രളയമുണ്ട്. അത് മാത്രല്ല ഉറക്കത്തില് നമ്മൾ ആ ലാസ്റ്റ് ആ നിത്യപ്രളയം എന്ന് പറയുന്ന ആ സുഷുപ്തി അവസ്ഥയാണ്. ഉറങ്ങുമ്പോൾ നമുക്ക് പ്രളയമാണ്, ചുറ്റും എന്തെന്നുണ്ട്, ഒന്നുമില്ലാത്ത അവസ്ഥ, ഞാനും അതും മാത്രം. അപ്പൊ നമ്മള് തത്വമസി മഹാവാക്യം ഉൾക്കൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള തലത്തിലാണ് ഉറങ്ങുന്നത്. ആ തലത്തില് ആ ഒരു ഉണരുമ്പോ വീണ്ടും എന്താ? നിതാന്ത പ്രളയം. എപ്പോഴും എന്താ? ആ ഒരു പ്രളയം രാവിലെ വരുന്നു, എല്ലാം വീണ്ടും ഉണരുന്നു, വീണ്ടും നമ്മൾ ജാഗ്രത അവസ്ഥയിൽ വന്ന് എല്ലാം ഉണ്ടാവണം, വീണ്ടും ഉറങ്ങുന്നു. ഇങ്ങനെ നിത്യപ്രളയം നമുക്ക് എന്ത് ചെയ്യും? അവസാനം ആത്യന്തികമായിട്ടുള്ള പ്രളയം, അതാണ് മൃത്യു. ആത്യന്തികമായിട്ട് ശരീരത്തെ വിടുമ്പോഴാണ് മൃത്യു വരുന്നത്. അതിന് ആത്യന്തിക പ്രളയം എന്ന് പറയും. പിന്നെ യഥാർത്ഥ പ്രളയം, ഈ പറഞ്ഞ ജഗത്തുക്കൾക്ക് നാശം വരുന്നത് അവസാനത്തെ പ്രളയം. അങ്ങനെ പ്രളയങ്ങൾ തന്നെ 3-4 തരത്തിലുണ്ട്. അപ്പോ ഈ ഒരു സത്യത്തെ അറിഞ്ഞാല്, ഈ ഒരു സത്യത്തെ പഠിച്ചാല് എന്താ? നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും, നന്നായിട്ട് ഉണ്ണാന്, ഉറങ്ങാന്, നന്നായിട്ട് എല്ലാവരോടും സ്നേഹത്തില് പെരുമാറാന്. പിന്നെ ഏറ്റവും നല്ലത് വേണ്ടത് ഉറക്കമാണ്. നമുക്ക് ഒരു മനുഷ്യന് ഏറ്റവും ജീവിതത്തിലെ പ്രധാനം ഉറക്കം. ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന് ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ. കാരണം എന്താ? ഇതുമായിട്ട് നമുക്ക് ഒരിക്കലും ചേരാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സ് ഇടയ്ക്ക് ചെന്ന് ആ ഒരു സ്വർണ്ണ പാത്രത്തിൽ ഇരിക്കുന്ന തേൻ ഒന്ന് കുടിച്ചിട്ട് വന്നെങ്കിൽ ആ എനർജി ബോഡിയാണത്. ആ എനർജി ബോഡി ചെന്നിട്ട് ആ അകത്തിരിക്കുന്ന എനർജി, ആ ചൈതന്യവുമായിട്ട് ചിദ്രൂപിണിയായിട്ട് ആ ദേവിയുടെ പാദത്തിൽ ചെന്ന് ഒന്ന് മുങ്ങാതെ ഈ ശരീരത്തിന് ജോലി ചെയ്യാനുള്ള എനർജി കിട്ടില്ല. എനർജി പുറത്തുനിന്ന് ആഹാരത്തിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്, മനസ്സിന് കിട്ടുന്ന എനർജി ഈ തത്വത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോ എല്ലാം നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും, നമ്മള് ഉറങ്ങാനാണ് ശരിക്കും, ഉണ്ണാനല്ല നമ്മൾ ജീവിക്കുന്നത്. എന്തിനാ? സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ. പട്ടുമത്തേ കിടന്നാലും ഉറക്കം വന്നില്ലെങ്കിൽ അവന്റെ ജീവിതം സ്വാർത്ഥകമാണോ? സാർത്ഥകമല്ല, അർത്ഥമില്ലാത്ത അർത്ഥശൂന്യതയാണ്. കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നവന് സുഖമില്ല, സുഖത്തെ അറിയാൻ പറ്റുന്നില്ല. യഥാർത്ഥമായിട്ടുള്ള ആ ഒരു നിതാന്തമായിട്ടുള്ള സുഖം നമ്മുടെ ഉള്ളിലാണ്. അത് ഉറക്കത്തിൽ നമുക്ക് കിട്ടും, അല്ലാതെ നമുക്ക് നേടാൻ പറ്റും. എന്തില്? സാധനയിലൂടെ. ഈ സുഖ ആനന്ദമയ ചക്രത്തെ അറിയുന്നവന് അറിയാൻ പറ്റും. അതിനാണ്. അപ്പോ ഈ ചെലവാക്കിയതിന്റെ, നമ്മുടെ ജീവിതം എന്തിനൊക്കെ ഉണ്ണാൻ വേണ്ടി ചെലവാക്കിയത് എല്ലാം നഷ്ടമാണ്. എന്താ? സുഖമായിട്ടൊന്ന് ഉറങ്ങിയില്ലെങ്കിൽ, ഒരു തൃപ്തിയുള്ള ഉറക്കം.
ആ ഉറക്കത്തെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മരിക്കുമ്പോൾ എങ്ങനെയാണോ ഈ പറഞ്ഞ ലയനം സംഭവിക്കുന്നത്, അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ അത്രയും സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവാത്മ പരമാത്മ ബന്ധം. അപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ പറയാറുണ്ട് മടുപ്പില്ല, ഉറങ്ങുന്നത് നമുക്ക് മടുപ്പേ ഇല്ല, നല്ല സുഖമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മടുപ്പില്ലാത്തത്? അവിടെ ആനന്ദം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നാളെ രാമഹൃദയ മന്ത്രത്തിലൂടെ വീണ്ടും സഞ്ചരിക്കാം. നാളെയും മറ്റന്നാളും കൊണ്ട് രാമഹൃദയ മന്ത്രം തീരുന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.